സന്തോഷത്തോടെ ദൈവമക്കൾ അവരുടെ കരവും ശബ്ദവും ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. സുദീർഘമായ ഒരു പ്രഭാഷണത്തിന് ഇന്ന് രാത്രി ഞാൻ മുതിരുന്നില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളൊന്ന് എൻ്റെ അനാരോഗ്യമാണ്. അതുകൊണ്ട് വളരെ ശാന്തമായി ഒരു സന്ദേശം നിങ്ങളുടെ മനസ്സിലേക്കൊന്ന് തന്ന് ഈ രാത്രി എൻ്റെ വാക്കുകൾക്ക് പരിസമാപ്തി കുറിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം ഈ രാത്രിയിലെ ചിന്തയ്ക്ക് ആധാരമായി ഒന്ന് വായിക്കാം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം. നീ ഒരു നാളും എൻ്റെ കാൽ കഴുകുകയില്ല എന്ന് പത്രോസ് പറഞ്ഞു. അതിന് യേശു, ഞാൻ നിന്നെ കഴുകാഞ്ഞാൽ നിനക്ക് എന്നോടുകൂടെ പങ്കില്ല എന്നുത്തരം പറഞ്ഞു. മതി. നമുക്ക് വളരെ സുപരിചിതമായൊരു വേദഭാഗമാണ് ഈ രാത്രിയിലെ ചിന്തയ്ക്ക് ആധാരമായി വായിച്ചു കേട്ടത്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തൻ്റെ ഐഹിക ജീവകാലത്തിൻ്റെ പരിസമാപ്തിയിൽ വിരിച്ചൊരുക്കിയൊരു മുറിക്കകത്ത് അന്ത്യ അത്താഴത്തിന് പെസഹ ആചരണത്തിന് ശിഷ്യന്മാരുമായി ഒരുമിച്ച് സമ്മേളിക്കുമ്പോൾ അവിടെ നടന്ന കാര്യങ്ങളാണ് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം മുതൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ ഒരു പരിപൂർണത 14-ാം അധ്യായത്തിൻ്റെ സമാപന വാക്യം എഴുന്നേൽപ്പിൻ നാം പോകാം എന്നാണ്. അവിടെ നിന്ന് ആ മുറിക്കകത്ത് നിന്ന് എഴുന്നേറ്റ് ഗെത്സമനിയെ ലക്ഷ്യമാക്കി നടന്നു നീങ്ങുമ്പോൾ അവരോട് പറഞ്ഞ പ്രബോധനങ്ങളാണ് 15, 16 അധ്യായങ്ങൾ. 17-ാം അധ്യായം കിദ്രോൻ തോട് കടക്കുന്നതിന് മുമ്പ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ അധ്യായമാണ്. അപ്പോൾ ഇത് ഒരു തുടർമാനം 13-ാം അധ്യായം മുതൽ 17-ാം അധ്യായം വരെ ഈ മുറിക്കകത്തെ ചില സംഭവങ്ങൾ, അതിനോട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 13-ാം അധ്യായത്തിൽ യേശു കർത്താവ് അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റു, തൻ്റെ മഹത്വത്തിൻ്റെ മേൽവസ്ത്രം ഊരി വെച്ചു. അതൊക്കെ ഞാൻ പിന്നീട് വിശദീകരിക്കാം. എന്നിട്ട് തന്നെ അരയിലൊരു തുവർത്തെടുത്ത് ചുറ്റി, അതും പിന്നീട് വ്യക്തമാക്കാം. പാത്രത്തിൽ വെള്ളമെടുത്ത് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുകയാണ്. എല്ലാവരുടെയും കാലുകൾ കഴുകി ചെല്ലുമ്പോൾ സത്യത്തിൽ നമ്മളൊക്കെ അത്താഴത്തിന് അല്ലെങ്കിൽ ഭക്ഷണത്തിനിരിക്കുന്നത് കസേരയിലാണ്. എന്നിട്ട് കാല് താഴോട്ടിരിക്കുകയാണ്, ഇരിക്കുക. പക്ഷെ യേശു കർത്താവ് ശിഷ്യന്മാരുടെ കാൽ കഴുകി പാദം കഴുകി എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെ ഒരു ചിന്തയിലിരിക്കരുത്. കാരണം മേശ, അതിൻ്റെ ചുറ്റും ശിഷ്യന്മാരിങ്ങനെ കസാരയിലിരിക്കുന്നു, അവരുടെ കാല് തൂങ്ങിക്കിടക്കുന്നു. കർത്താവ് അങ്ങനെ ചെന്ന് കാല് കഴുകണമെന്നുണ്ടെങ്കിൽ ആ ഡെസ്കിനടിയിൽ വെച്ചിരിക്കുന്ന കാല് കഴുകണമെന്നുണ്ടെങ്കിൽ അതൊരല്പം ബന്ധപ്പാടാണ്. പക്ഷേ അത് നമ്മൾ ഈ കലണ്ടറിലൊക്കെ കണ്ടിട്ടുള്ള ഫോട്ടോയിൽ നിന്ന് നമ്മൾ ഊഹിച്ചെടുക്കുന്ന അത് കണ്ട് കേട്ട് മനസ്സിലാക്കിയിരിക്കുന്ന കാര്യമാണ്. പക്ഷേ അന്നത്തെ കാലത്ത് ഈ പെസഹ ആചരണത്തിനായി അവർ ഒരുമിച്ചിരിക്കുമ്പോൾ കാല് പുറകോട്ടിട്ട് നിലത്തിരിക്കുകയാണ്. ഈ ഇടത്തോട്ട് ചെരിഞ്ഞ് കാല് പുറകോട്ടാക്കിയാണ് അവരിയ്ക്കുക. അപ്പോൾ യേശു കർത്താവ് പിറകിലൂടെ ചെന്ന് അവരുടെ കാല് കഴുകുക, അങ്ങനൊരു പതിവാണ്. അല്ലാതെ കസാരയിലിരുന്ന് മേശ നടുക്ക് വെച്ച് അങ്ങനെ ഇരുന്നാൽ അങ്ങനെ കാല് കഴുകുക വളരെ പാടാണ്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ കർത്താവ് അവരുടെ പുറകിലൂടെ ചെന്ന് അവരുടെ കാല് കഴുകുന്ന രംഗമാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. ഓരോരുത്തരുടെ കാല് കഴുകി കർത്താവ് ചെല്ലുമ്പോൾ എല്ലാവരും കാല് നീട്ടിവെച്ചു കൊടുത്തു. ആ കൂട്ടത്തിൽ പത്രോസിൻ്റെ അടുക്കൽ വരുമ്പോൾ പത്രോസ് കർത്താവിനോട് പറയുന്നു, കർത്താവേ, അങ്ങൻ്റെ കാൽ കഴുകുന്നുവോ? ആശ്ചര്യപരതന്ത്രനായി അങ്ങൻ്റെ കാൽ കഴുകുന്നുവോ എന്ന് കർത്താവിനോട് പത്രോസ് ചോദിക്കാൻ കാരണം, അന്നത്തെ സാമൂഹിക പശ്ചാത്തലത്തിൽ അനേകം യജമാനന്മാരുടെ കാലുകൾ ദാസന്മാർ കഴുകുന്നത് പത്രോസ് കണ്ടിട്ടുണ്ട്. അനേകം ഗുരുക്കന്മാരുടെ കാലുകൾ ശിഷ്യന്മാർ കഴുകുന്നത് പത്രോസ് കണ്ടിട്ടുണ്ട്. ഇവിടെ ഇതാ എല്ലാവരുടെയും യജമാനൻ, എല്ലാവരുടെയും ഗുരുനാഥൻ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുകയാണ്. അതിനോട് മാനസികമായി പൊരുത്തപ്പെടാൻ ത്രാണിയില്ലാതെ പത്രോസ് പറയുന്നു, കർത്താവേ, അങ്ങൻ്റെ കാൽ കഴുകുന്നുവോ? അതിന് യേശു പറയുന്ന 2 മറുപടികൾ അവിടെയുണ്ട്. അതിലൊരു മറുപടിയാണ് ഇന്ന് രാത്രിയിലെ നമ്മുടെ പ്രമേയത്തിനായി ഞാൻ എടുത്തിരിക്കുന്നത്. കർത്താവ് പത്രോസിനോട് പറയുകയാണ്. പത്രോസ് പറയുന്നു, അങ്ങ് ഒരു നാളും എൻ്റെ കാൽ കഴുകുകയില്ല. പക്ഷേ അതിന് യേശു പറയുന്ന മറുപടി, ഞാൻ നിന്നെ കഴുകാഞ്ഞാൽ നിനക്ക് എന്നോടുകൂടെ പങ്കില്ല. കരമുയർത്തിയ സന്തോഷത്തോടെ എത്ര പേർക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയും? പത്രോസേ, ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോട് പങ്കില്ല. ദൈവവുമായുള്ള ബന്ധത്തിൻ്റെ തെളിവെന്താണ്?
ആത്മീകതയുടെ മാനദണ്ഡം എന്താണ്? ഭക്തിയുടെ അളവുകോൽ എന്താണ്? അത് ആദ്യം ഒന്ന് പറഞ്ഞിട്ട് രണ്ടാമത്തെ ചിന്തയിലേക്ക് വരാം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ജീവിക്കുന്ന കാലം ഒരു വല്ലാത്ത കാലമാണ്. ഭക്തിയെ, ആത്മീകതയെ, ദൈവത്തെ വികലമായി ചിന്തിക്കുന്ന, വികലമായി കരുതുന്ന ഒരു വല്ലാത്ത ആത്മീകതയുടെ നടുവിലാണ് ഞാനും നിങ്ങളും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇന്ന് രാത്രി തിരിച്ചറിയണം, ഭക്തിയുടെ അളവുകോൽ, ആത്മീകതയുടെ മാനദണ്ഡം, ദൈവവുമായുള്ള ബന്ധത്തിന്റെ തെളിവ് ഭൗതിക ഏറ്റക്കുറച്ചിലുകളല്ല, അതിനേക്കാളുപരി കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുന്ന കഴുകലാണെന്ന് പറയുമ്പോൾ എന്നോട് ചേർന്ന് അധരം തുറന്ന് ദൈവത്തിന് സ്തോത്രം പറയുന്ന എത്ര ദൈവമക്കൾ ഇവിടെ വന്നിട്ടുണ്ട്. അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തിരുവഴുത്തിൽ നിന്ന് ഒന്ന് രണ്ട് ചിന്തകൾ ഇതിനോട് ബന്ധപ്പെടുത്തി ഞാൻ പറയാം. യേശു കർത്താവ് പത്രോസിനോടാണല്ലോ ഇത് പറയുന്നത്, ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോട് കൂടെ പങ്കില്ലെന്ന്. ലൂക്കോസിന്റെ സുവിശേഷം വായിക്കേണ്ട 5-ാം അധ്യായത്തിൽ പത്രോസിനെ ഒരു മീൻ പോലും കിട്ടാതിരുന്ന ഒരു പരാജയത്തിന്റെ രാത്രി ഉണ്ടായി. ഒരു പരാജയത്തിന്റെ രാത്രി ഉണ്ടായി എന്ന് പറയുന്നതിനേക്കാൾ കർത്താവ് ഉണ്ടാക്കി കൊടുത്തു എന്ന് പറയുന്നതാണ് ശരി. അതെന്താ ഞാൻ അങ്ങനെ പറയാൻ കാരണം? ആ ഗലീല കടലിൽ മീനില്ലാഞ്ഞിട്ടല്ല, ആയിരക്കണക്കിനു മീനുകൾ ആ തടാകത്തിലുണ്ട്. അതിന്റെ തെളിവല്ലേ പിറ്റേ ദിവസം വല വീശിയപ്പോ പത്രോസിന്റെ വല നിറയെ പടക് മുങ്ങുമാറ് കൂട്ടാളികളുടെ പടകും കൂടെ മാടി വിളിച്ച് 2 പടകും മുങ്ങുമാറ് വല കീറുമാറ് പെരുത്ത മീൻകൂട്ടം കിട്ടിയില്ലേ? അപ്പൊ മീനില്ലാഞ്ഞിട്ടല്ല, സുലഭമായി മീൻ ആ തടാകത്തിലുണ്ട്. 2, പത്രോസ് അധ്വാനിക്കാഞ്ഞിട്ടാണോ? അല്ല. കർത്താവിനോട് പത്രോസ് പറയുന്നു, നാഥ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചു. ഞാൻ പലപ്പോഴും ദൈവത്തിന് സ്തോത്രം പറയാറുണ്ട്. ഓരോ പ്രാവശ്യവും വല വീശിയിട്ട്, വല ഇറക്കിയിട്ട് പ്രതീക്ഷ നിർഭരമായ കണ്ണുകളോടെ ആ വല തിരിച്ചു കയറ്റുമ്പോൾ നിരാശയാണ് ഫലം. മീൻ പോലും വലയ്ക്കകത്തില്ല. എന്നിട്ടും വലയും ചുരുട്ടിക്കെട്ടി പത്രോസ് മടങ്ങിപ്പോയില്ല. എല്ലാ ദിവസവും കൃത്യമായ ജോലി അവസാനിപ്പിക്കുന്നതിനൊരു സമയമുണ്ട്. ആ സമയം വരെ പത്രോസ് അധ്വാനിച്ചു കൊണ്ടേയിരുന്നു. പിന്നീട് ഞാൻ ആ ആശയത്തിലേക്ക് വരാം. അപ്പം മീനില്ലാഞ്ഞിട്ടല്ല, ധാരാളം മീനുണ്ട്. പത്രോസ് അധ്വാനിക്കാഞ്ഞിട്ടല്ല, അവൻ്റെ അലസത കൊണ്ടല്ല, രാത്രി മുഴുവൻ പത്രോസ് അധ്വാനിച്ചതാണ്. 3, പത്രോസിന് പരിചയമില്ലാഞ്ഞിട്ടുമല്ല. ആദ്യമായി മത്സ്യബന്ധനത്തിന് പത്രോസ് പോകുന്നതല്ല, അദ്ദേഹത്തിന്റെ തൊഴിലേ ഇതാണ്. എത്രയോ വർഷങ്ങളായി ഇതാണ് അദ്ദേഹത്തിന്റെ തൊഴിൽ. ഈ തൊഴിലിൽ അദ്ദേഹത്തിന് പരിചയ സമ്പത്തുള്ളയാളാണ്. അപ്പം തടാകത്തിൽ മീനുണ്ട്. 2, പത്രോസ് രാത്രി മുഴുവൻ അധ്വാനിച്ചു. 3, മത്സ്യബന്ധന തൊഴിലിൽ അസാധാരണ നൈപുണ്യമുള്ളയാളാണ് പത്രോസ്. പക്ഷേ അദ്ദേഹത്തിന്റെ പരിചയം പരാജയപ്പെട്ടു. പരിശ്രമങ്ങൾ വിഫലമായി. ഒരു മീൻ പോലും ആ വലയ്ക്കകത്ത് കയറാൻ എൻ്റെ ദൈവം അനുവദിച്ചില്ല. ഇന്ന് രാത്രി ഈ വചന ശുശ്രൂഷയിൽ ഈ ദൂത് എഴുതി വെച്ചുകൊള്ളുക. ക്രിസ്തീയ ജീവിതത്തിൽ എല്ലായ്പ്പോഴും ജയങ്ങളും നേട്ടങ്ങളും പുരോഗതിയും അഭിവൃദ്ധിയും മാത്രമാകും എന്നൊന്നും ആരും തെറ്റിദ്ധരിക്കരുത്. ചിലപ്പോഴെങ്കിലും ജീവിതത്തിൽ അവിചാരിതമായ, അപ്രതീക്ഷിതമായ പരാജയങ്ങളിലൂടെ ഞാനും നിങ്ങളും കടന്നു പോകാൻ ദൈവം അനുവദിച്ചെന്ന് വരാം. പക്ഷെ ദൈവത്താൽ അനുവദിക്കപ്പെടുന്ന അങ്ങനെയുള്ള എല്ലാ പരാജയങ്ങളിലും തിന്മയ്ക്കല്ല, നന്മയ്ക്ക് ദൈവത്തിന്റെ പദ്ധതികൾ ഉണ്ടെന്ന് ഇന്ന് രാത്രി തിരിച്ചറിഞ്ഞ് അധരം തുറന്ന് ദൈവത്തിന് സ്തോത്രം പറയാൻ മനസ്സുള്ള എത്ര ദൈവമക്കൾ ഈ രാത്രി പന്തലിൽ വന്നിരിപ്പുണ്ട്. അവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരാത്മനിയോഗത്തോടെ ഞാൻ വിളിച്ചു
വിളിച്ചു പറയുകയാണ്, ആകസ്മികമായ അവിചാരിതമായ ഏതെങ്കിലും പരാജയങ്ങളിലൂടെ ദൈവമേ ഞാൻ പരിശ്രമിച്ചതാണ്, ഞാൻ കാത്തിരുന്നതാണ്, എന്നെ കൊണ്ട് മാനുഷികമായി ചെയ്യാൻ പറ്റുന്നതല്ല, ഞാൻ ചെയ്തതാണ്. ഇങ്ങനെയൊരു തിരിച്ചടി, ഇങ്ങനെയൊരു പരാജയം, ഇങ്ങനെയൊരു തകർച്ച, ഇങ്ങനെയൊരു നൊമ്പരം എൻ്റെ സ്വപ്നത്തിൽ പോലും ഞാൻ പ്രതീക്ഷിച്ചതല്ല. എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചു എന്ന ആശയക്കുഴപ്പത്തിൽ വീർപ്പുമുട്ടുന്ന ആരെങ്കിലും ഇതിനകത്ത് വന്നിരിപ്പുണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായി വിളിച്ചു പറയുന്നു, ഈ തകർച്ചയുടെ പിറകിൽ, ഈ വേദനയുടെ പിറകിൽ, ഈ നൊമ്പരത്തിന്റെ പിറകിൽ, ഈ പരാജയത്തിന്റെ പിറകിൽ തിന്മയ്ക്കല്ല നന്മയ്ക്ക് എൻ്റെ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നു എന്ന് നാളുകളിൽ നിങ്ങളുടെ കണ്ണിന്റെ മുമ്പിൽ എൻ്റെ ദൈവം തെളിയിച്ചു തന്ന് അത് ഓർത്ത് സന്തോഷത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യത്തക്ക നിലയിൽ ഒരു ദൈവപ്രവൃത്തി പ്രതീക്ഷിച്ചു കൊള്ളാൻ ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവാലോചന വിളിച്ചു പറയുമ്പോൾ എന്നോട് ചേർന്ന് ആധാരം തുറന്ന് ആമേൻ പറയുന്ന എത്ര പേര് ഇവിടെ വന്നിട്ടുണ്ട്. അവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ രാത്രി അതങ്ങനെ സംഭവിക്കട്ടെ. ഈ രാത്രി എഴുതി വെച്ചുകൊള്ളുക, ഈ പരാജയം താങ്കളെ തകർക്കാനല്ല, ഈ ശോധന നിങ്ങളെ മുടിക്കാനല്ല, ഈ ശോധനയുടെ പിറകിൽ, ഈ തകർച്ചയുടെ പിറകിൽ നിങ്ങളെ കുറിച്ചുള്ള ദൈവിക പദ്ധതിയിലേക്ക് നിങ്ങളെ വഴിതിരിച്ചു വിടാനുള്ള ദൈവ പദ്ധതികൾ മറഞ്ഞിരിപ്പുണ്ടെന്ന് ഇന്ന് രാത്രി പ്രവചനമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ദൈവാലോചന വിളിച്ചു പറയുന്നു. ആ ഗാനത്തിന്റെ ഈരടികൾ ഇന്ന് രാത്രി എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നു. ഈ ശോധന നിന്നെ തകർക്കാനല്ല, ഈ ശോധന നിന്നെ മുടിക്കാനല്ല, ഈ ശോധന നിന്നെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവന്ന് ദൈവപ്രവൃത്തി വെളിപ്പെടുത്താനാണെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ ആലോചന വചനത്തിലൂടെ ഈ രാത്രി തന്റെ ജനത്തിന് കൈമാറുന്നു. ആ പരാജയത്തിന്റെ രാത്രി കഴിഞ്ഞ് ഹൃദയവേദനയോടെ വല കഴുകിക്കൊണ്ടിരിക്കുമ്പോഴാണ് യേശു കർത്താവിൻ്റെ പാദങ്ങൾ പത്രോസിനെ ലക്ഷ്യമാക്കി നടന്നടുത്തു വരുന്നത്. കർത്താവ് പത്രോസിനോട് ചോദിച്ചു, പത്രോസേ, നിന്റെ പടകെനിക്കൊന്ന് തരാമോ? സന്തോഷത്തോടെ ആ പടക് കർത്താവിന് പത്രോസ് കൊടുത്തു. കരയിൽ നിന്ന് അല്പമൊന്നും നീക്കാമോ? പത്രോസ് അതും ചെയ്തു. ആ പടകിൽ നിന്ന് പുരുഷാരത്തോട് മണിക്കൂറുകൾ കർത്താവ് വചനം സംസാരിച്ചിട്ടുണ്ടാകാം. അതിനുശേഷം പത്രോസിനോട് പറയുന്നു, പത്രോസേ, പടകിൻ്റെ വലത്തുഭാഗത്ത് വലയിറക്ക്. പത്രോസ് വല വിശ്വാസത്താൽ ഇറക്കി. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അവന്റെ വല കീറുമാറ്, അവന്റെ പടകും മുങ്ങുമാറ്. എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയും? കൂട്ടാളികളുടെ പടകും കൂടെ മാടി വിളിച്ച് ആ പടകും മുങ്ങുമാറ്. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, തന്നെ വല നിറയെ കീറുമാറ്. കീറിയില്ല, കീറുമാറ് എന്തിനാ കൊടുത്തത്? എന്തിനാ രണ്ട് പടകും മുങ്ങുമാറ് കൊടുത്തത്? അങ്ങനെ കൊടുക്കാനൊരു കാരണമുണ്ട്. പത്രോസ് രാത്രി മുഴുവൻ അധ്വാനിച്ചതല്ലേ, ഒറ്റ മീൻ പോലും കയറിയില്ലല്ലോ. ഒരു മീൻ പോലും കയറാതിരുന്നിട്ടും ഉത്തരവാദിത്വം വലിച്ചെറിഞ്ഞേച്ച് പത്രോസ് പോയില്ലല്ലോ. അതെന്റെ കർത്താവ് കണ്ടു. കുഞ്ഞെ, ഞാനാ നിന്റെ ജീവിതത്തിൽ പരാജയം അനുവദിച്ചതെങ്കിൽ അതിൻ്റെ പിറകിൽ എനിക്കൊരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശത്തിലേക്ക് നിന്നെ നയിക്കാനാണ് നിന്റെ തകർച്ചകൾ ഞാൻ അനുവദിച്ചതെങ്കിൽ ആ തകർച്ചകൾക്ക് ഞാൻ പരിഹാരം വരുത്തുമ്പോൾ നിന്റെ തകർച്ചയിൽ നീ അനുഭവിച്ച വേദനകൾ മറക്കത്തക്ക നിലയിൽ അന്നെൻ്റെ ദൈവം അങ്ങനെ ഒരു തകർച്ച തന്നതുകൊണ്ടാണ് ഇന്നിങ്ങനെയുള്ള നിറവ് എൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ടതെന്ന്. ഇന്നത്തെ സങ്കടം മറന്ന് നാളത്തെ നിറവുകൾ കണ്ട് ദൈവത്തിന് സ്തോത്രം പറയത്തക്ക നിലയിൽ ഒരു ദൈവപ്രവൃത്തി ഉണ്ടാകുമെന്ന് ഇന്ന് രാത്രി വചനത്തിന്റെ പ്രവചന ദൂത് പരിശുദ്ധാത്മാവ് ഇതിനകത്ത് വിളിച്ചു പറയുന്നു. എത്ര പേര് എന്നോട് ചേർന്ന് സ്തോത്രം ചെയ്ത് ആമേൻ വിശ്വാസത്താൽ ആ ദൂത് ഏറ്റെടുക്കും? അങ്ങ് ഞങ്ങളെ ക്ലേശിപ്പി
സഹിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ പീഡനം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ എന്ന തിരുവെഴുത്ത് പോലെ ദൈവം അനുവദിക്കുന്ന ശോധനകൾക്ക് ആനുപാതികമായി, ദൈവം അനുവദിക്കുന്ന വേദനകൾക്ക് ആനുപാതികമായി, ദൈവം തരുന്ന തകർച്ചകൾക്കൊത്ത ഒരു സന്തോഷം, ഒരു വിടുതൽ, ഒരു ഉയർച്ച, ഒരു കരകയറ്റം, ഒരു ദൈവപ്രവൃത്തി നിങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളാൻ, നിങ്ങളുടെ കുടുംബത്തിൽ പ്രതീക്ഷിച്ചു കൊള്ളാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി അതിശക്തമായി ദൈവാലോചന വിളിച്ചു പറയുന്നു. വിശ്വാസത്താൽ ആമേൻ പറയുന്ന എത്ര പേർ ഇവിടെയുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മാനുഷികമായി ഇങ്ങനൊരു വാക്ക് ഞാൻ പറയട്ടെ. കഴിഞ്ഞ രാത്രി അധ്വാനിച്ച് ഓരോ പ്രാവശ്യവും വല കയറ്റുമ്പോൾ വല പ്രതീക്ഷയോടെ വലയിലേക്ക് നോക്കി വല കയറ്റി ഒന്നുമില്ലാതെ വരുമ്പോൾ സ്വാഭാവികമായും ഒരു വേളയെങ്കിലും പത്രോസിന്റെ കണ്ണിൽ നിന്ന് വേദനയുടെ ഒരു തുള്ളി കണ്ണുനീര് ആ ഗലീല തടാകത്തിലെ വെള്ളത്തിൽ വീണിട്ടുണ്ടാകാം. അവന്റെ കണ്ണുനീര് വീണ ആ ഗലീല തടാകത്തിൽ നിന്നുണ്ടല്ലോ സന്തോഷം കൊണ്ട് കണ്ണ് നിറയത്തക്ക നിലയിൽ എൻ്റെ ദൈവം സമൃദ്ധിയോടെ ഹല്ലേലൂയ അവനെ നടത്തിയെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് അതിശക്തമായി ദൈവാലോചന വിളിച്ചു പറയുന്നു. ആരും അറിയാതെ വിങ്ങുന്നവരെ, വേദനപ്പെടുന്നവരെ, സങ്കടപ്പെടുന്നവരെ, കരയുന്നവരെ ഇന്ന് രാത്രി ദൈവാത്മാവ് വിളിച്ചു പറയുന്നു, അങ്ങ് ഞങ്ങളുടെ സ്തോത്രം എൻ്റെ കണ്ണുനീരിനെ അങ്ങയുടെ തുരുത്തിയിലാക്കി വെച്ചിരിക്കുന്നു. ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് ഇങ്ങനെ പറയാൻ പറയുന്നു, ആരും അറിയാതെ, ആരും കാണാതെ നിന്റെ കണ്ണിൽ നിന്ന് വീണ കണ്ണുനീർ എൻ്റെ ദൈവത്തിന്റെ തുരുത്തിയിലുണ്ട്. ആ കണ്ണുനീരിനൊക്കെ ഒരു ദൈവ പ്രവൃത്തി ജീവിതത്തിൽ സംഭവിക്കുമെന്ന് പോസ്റ്റില്ലാത്ത ദൈവം ഇന്ന് രാത്രി ദൈവാലോചന വിളിച്ചു പറയുമ്പോൾ ആധാരം തുറന്ന കരമടിച്ച് ഇന്ന് രാത്രി വചനത്തിന്റെ ദൂത് ഏറ്റെടുക്കാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? ഞാനിത് സ്വാഭാവികമായി പറയുന്നതല്ല. പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തോടെ ചില വ്യക്തികളോടുള്ള വചനത്തിന്റെ പ്രവചനമായി തന്നെ വിളിച്ചു പറയുകയാണ്. സങ്കടം കൊണ്ട് കണ്ണ് നിറഞ്ഞ ഇടത്ത്, സങ്കടം കൊണ്ട് ഏതു വിഷയത്തെ ഓർത്താണോ കരഞ്ഞത്, ആ വിഷയത്തിൽ ഒരു ദൈവപ്രവൃത്തി നിറവായി വെളിപ്പെട്ടു വന്ന് സന്തോഷം കൊണ്ട് കണ്ണ് നിറയത്തക്ക നിലയിൽ ഒരു ദൈവപ്രവൃത്തി ഉണ്ടാകും. സാഹചര്യങ്ങളെ ദൈവം വ്യത്യാസപ്പെടുത്തുമെന്ന് ഈ രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായി ദൈവാലോചന വിളിച്ചു പറയുന്നു. ആ ദൈവ ശബ്ദത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നീ എന്റെ ഉഴച്ചകളെ എണ്ണുന്നു, എന്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിലാക്കി വെക്കണമേ. വല നിറയെ പടക് മുങ്ങുമാറ് പെരുത്ത മീൻകൂട്ടം കിട്ടി. ഒരു കാര്യം കൂടെ ഒന്ന് സ്തോത്രം ചെയ്ത് ഞാൻ പറയുകയാണ്. ദൈവാത്മാവിനോട് ശക്തമായൊരു നിയോഗം തരുന്നുകൊണ്ട് ആ പരാജയത്തിന്റെ രാത്രി കർത്താവിനെ കണ്ടുമുട്ടാനും തൻ്റെ അശുദ്ധിയെ മനസ്സിലാക്കാനും ഒരു സമർപ്പണത്തിലേക്ക് പത്രോസ് വരാനും മുഖാന്തരമായി മാറി. ആ പെരുത്ത മീൻകൂട്ടെല്ലാം കൂടെ വലയ്ക്കകത്ത് കയറിയപ്പോ സ്തോത്രം പടകിനകത്ത് ആ നിറവ് വെളിപ്പെട്ടപ്പോ പത്രോസ് പറയുക, ഞാനെങ്ങനെ വേണേ പറഞ്ഞേനെ, കർത്താവേ നാളെയും വരണേ, നാളെ ഈ പെരുത്ത മീൻകൂട്ടമൊക്കെ കണ്ട് നാളെ അങ്ങേ പടകിൽ തട്ടിക്കൊണ്ട് പോകാൻ ആളും നിൽക്കുകയാണ്. കാരണം കൈ നനയാതെ മീൻ പിടിക്കാം, ഇഷ്ടം പോലെ മീൻ പിടിക്കാം. അതുകൊണ്ട് വേറെ ആരുടെയും പടകിലോട്ട് മാറി കയറല്ലേ, ഇവിടെ തന്നെ വരണേ. കാരണം അത്ഭുതം അങ്ങ് വെളിപ്പെടുത്തിയപ്പോഴാണ് അങ്ങ് ആരാണെന്ന് ഇവർക്കെല്ലാം മനസ്സിലായത്. ഇന്നത്തെ അത്ഭുതത്തിന്റെ കെയർ ഓഫിലാണ് അവർ നാളെ വിളിക്കാൻ പോകുന്നത്. ഞാൻ അങ്ങനൊന്നും പ്രതീക്ഷിച്ചല്ലേ, ഇങ്ങനൊരു അത്ഭുതം ഒന്നും വെളിപ്പെടുമെന്ന് പ്രതീക്ഷിച്ചല്ലേ ഞാൻ ഈ പടക് തന്നത്. അതുകൊണ്ട് ഈ ഉപകാരം മറക്കല്ലേ, നാളെ എൻ്റെ പടകിൽ തന്നെ വന്നോണേ എന്നൊക്കെ ഞാനാണ് പറഞ്ഞേന്ന്. പക്ഷെ പത്രോസ് കർത്താവിനോട് പറയുന്നത് കേൾക്കണോ, കർത്താവേ ഞാൻ പാപിയായൊരു മനുഷ്യനാണ്, എന്നെ വിട്ടു
പോകണമേ. എന്താണ് അർത്ഥമെന്നറിയാം എൻ്റെ പൊന്നു കർത്താവേ? ഇതൊന്നും എൻ്റെ യോഗ്യത കൊണ്ട് കിട്ടിയതല്ല, എൻ്റെ കഴിവ് കൊണ്ട് കിട്ടിയതല്ല, എൻ്റെ വിശുദ്ധിയുടെ തിളക്കം കൊണ്ടുമല്ല. ലഭ്യമായതെല്ലാം അങ്ങയുടെ ഔദാര്യമാണെന്ന് തിരിച്ചറിയുമ്പോഴാണ് ഇന്ന് രാത്രി കൃപ ലഭിച്ചവരോട് ഞാൻ വിളിച്ചു പറയാം, കിട്ടിയതെല്ലാം തന്നതെല്ലാം എൻ്റെ കഴിവല്ല, എൻ്റെ മിടുക്കല്ല, എൻ്റെ യോഗ്യതയല്ല, എൻ്റെ വിദ്യാസമ്പന്നതയല്ല, എൻ്റെ വാചാലതകളല്ല, എൻ്റെ അധ്വാനം കൊണ്ടല്ല, ദൈവത്തിൻ്റെ കരുണ കൊണ്ടാണെന്ന്, ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണെന്ന്, ദൈവത്തിൻ്റെ ദയ കൊണ്ടാണെന്ന്, ദൈവത്തിൻ്റെ മനസ്സലിവ് കൊണ്ടാണെന്ന് പൂർണ്ണ ബോധ്യമുണ്ടാകുമ്പോഴാണ് അഹങ്കാരങ്ങളില്ലാതെ നിറകണ്ണുകളോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ നമുക്ക് അവസരമുണ്ടാകുന്നത്. എത്ര പേരോട് ചേർന്ന് കരമുയർത്തിപ്പിടിച്ച് സ്തോത്രം ചെയ്തു പറയും, പറഞ്ഞു തീരാത്ത ദാനം നിമിത്തം ദൈവത്തിന് സ്തോത്രം. ഇച്ഛിക്കുന്നവനാലല്ല, ഓടുന്നവനാലുമല്ല, കരുണ തോന്നുന്ന ദൈവത്താലാണ് സകലവും സാധിക്കുന്നത്. ഞാൻ ഇച്ഛിച്ചത് കൊണ്ടല്ല, ഞാൻ ഓടിയത് കൊണ്ടല്ല, എന്റെ ദൈവത്തിന്റെ കരുണയാൽ ലഭ്യമായതിനെല്ലാം ദൈവത്തിന് സ്തോത്രം. പക്ഷെ ആ തകർച്ചയാണ് ആ സമർപ്പണത്തിലേക്ക് പത്രോസിനെ നടത്തിയത്. പക്ഷെ ഞാനൊരു കാര്യം പറയാം, ആ പരാജയത്തിൻ്റെ രാത്രിയാണ്, ആ തകർച്ചയാണ് പത്രോസിനെ പെന്തക്കോസിലെ പ്രസംഗകനാകത്തക്ക നിലയിൽ കർത്താവിനെ കണ്ടുമുട്ടാൻ അവസരമായി മാറിയത്. ആ തകർച്ചയാണ്, ആ പരാജയത്തിൻ്റെ രാത്രിയാണ് നടന്നു പോകുമ്പോൾ നിഴല് തട്ടി രോഗികൾ സൗഖ്യമാകത്തക്ക നിലയിൽ അസാധാരണ ദൈവപ്രവൃത്തിയുടെ മനുഷ്യനാക്കി പത്രോസിനെ മാറ്റിയത്. ആ പരാജയത്തിൻ്റെ രാത്രിയാണ്. അർത്ഥം അതിന് അടിത്തറ പാകിയത് ആ പരാജയത്തിൻ്റെ രാത്രിയാണ്. ആ രാത്രിയാണ് യേശുവിനെ കണ്ടുമുട്ടിയത്. ആ രാത്രിയാണ് കർത്താവിന് വേണ്ടി ജീവിതം അടിയറവ് വെച്ചത്. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയാം, ഇന്നത്തെ തകർച്ചകൾ, ഇന്നത്തെ വേദനകൾ, ഇന്നത്തെ സങ്കടങ്ങൾ നിനക്കല്പം വേദനാജനകമെന്ന് തോന്നിയാലും, അല്പം ഭയാനകമെന്ന് തോന്നിയാലും, ഇന്ന് രാത്രി എഴുതി വെച്ചോ, നാളുകളിൽ അത്ഭുതകരമായ ദൈവപ്രവർത്തിക്കായുള്ള ദൈവിക ചവിട്ടുപടിയാണ് ഇന്നത്തെ വേദനയെന്ന്, ഇന്നത്തെ നൊമ്പരമെന്ന് പരിശുദ്ധാത്മാവ് വചനത്തിന്റെ പ്രവചന ദൂത് അതിശക്തമായി ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു. വിശ്വാസത്താൽ ആമേൻ പറയുന്ന എത്ര പേർ ഇവിടെയുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ ആശയത്തിലേക്ക് ഞാൻ വരാം. പത്രോസേ, നിന്റെ വല നിറഞ്ഞത്, നിന്റെ പടക് നിറഞ്ഞത് നിന്റെ അധ്വാനം കൊണ്ടല്ല, നിന്റെ പരിചയം കൊണ്ടുമല്ല. നിന്റെ പരിചയം പരാജയപ്പെട്ടെടുത്ത്, നിന്റെ അധ്വാനം നിരർത്ഥകമായെടുത്ത്, അതൊക്കെ നിറഞ്ഞത് എൻ്റെ കരുണ കൊണ്ടാണ്. പക്ഷെ നീ ഒരു കാര്യം ഓർക്കണം, ഞാനും നീയുമായുള്ള ബന്ധത്തിൻ്റെ തെളിവ് നിന്റെ നിറയപ്പെട്ട പടകല്ല, നിന്റെ നിറയപ്പെട്ട വലയുമല്ല, അതെല്ലാം എൻ്റെ ഔദാര്യമാണ്. പക്ഷെ ഞാനും നീയുമായുള്ള ബന്ധത്തിൻ്റെ തെളിവ് നിന്റെ പടക് എത്രമാത്രം മീനിനെ കൊണ്ട് നിറഞ്ഞെന്നല്ല, നിന്റെ വലയ്ക്കകത്ത് എത്ര ഭൗതിക നിറവ് വെളിപ്പെട്ടെന്നല്ല, അതിനേക്കാളുപരി നീ എന്നിൽ നിന്ന് പ്രാപിക്കുന്ന കഴുകലാണ് ഞാനും നീയുമായുള്ള ബന്ധത്തിന്റെ തെളിവ്. എത്ര പേർക്ക് വിശ്വാസത്താൽ ആമേൻ പറയാൻ ഈ രാത്രി കഴിയും? ഒരു അടിത്തറ ഞാനൊന്ന് അവിടെ ഇടുകയാണ്, പിന്നീട് ഞാൻ ആ ഭാഗം വിശദീകരിച്ചു കൊള്ളാം. പത്രോസിന്റെ ജീവിതത്തിന്റെ രണ്ടാമതൊരു ഒരു അനുഭവം കൂടെ പറയാം. ഇതൊക്കെ ഒരു വ്യാഖ്യാനമായിട്ടേ നിങ്ങൾ എടുക്കാവുള്ളൂ കേട്ടോ. കർത്താവ് 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പുരുഷന്മാരെ പോഷിപ്പിച്ചു. സ്ത്രീകളുടെയും കുട്ടികളുടെയും കണക്ക് തിരുവഴുത്തിൽ പറയുന്നില്ല, അതുകൊണ്ട് അങ്ങോട്ട് പോകണ്ട. ഈ 5 അപ്പവും 2 മീനും കൊണ്ട് കർത്താവ് 5000 പുരുഷന്മാരെ പോഷിപ്പിച്ചു. ഞാൻ ആവർത്തിച്ച് ഒന്നുകൂടെ പറയുന്നു, ഈ വിഷയം ഒന്ന് വ്യക്തമാക്കാൻ ഒരു വ്യാഖ്യാനപരമായി ചെന്ന് പറയുന്നതേ ഉള്ളൂ. അവസാനം മിച്ചം വന്നത് 12 കൊട്ടയാണ്. ഒരു സാമാന്യ ചിന്ത പറയുക, അത് 13 കൂടിയില്ല, 11 കുറഞ്ഞുമില്ല. കൃത്യം വന്നത് 12 കൊട്ട. അതെന്താ 12 കൊട്ട അന്ന് മിച്ചം വരാൻ കാരണം? വിളമ്പിയത്
12 പേരാണ്. വിളമ്പി കഴിയുമ്പോൾ ഓരോ കൊട്ട തരാമെന്ന് ആരോടും പറഞ്ഞില്ല. വിളമ്പുന്നതിനിടയ്ക്ക് ഓരോ കൊട്ട നമുക്കും കിട്ടും, അതുകൊണ്ട് വിളമ്പിക്കോ എന്ന് തമ്മിൽ അവരാരും പറഞ്ഞില്ല. ഓരോ കൊട്ട കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലല്ല അവരത് വിളമ്പിയത്. പ്രതിഫലേച്ഛ കൂടാതെ അവരെ ഏൽപ്പിച്ചത് അവർ വിശ്വസ്തയോടെ ചെയ്തു. ഏൽപ്പിച്ചത് വിശ്വസ്തയോടെ ചെയ്യുന്നവന് മിച്ചം കൊടുക്കുക അത് ദൈവത്തിന്റെ നീതിയിൽപ്പെട്ട കാര്യമാണ്. സങ്കീർത്തനക്കാരൻ പറയുന്ന വാക്യം അറിയാവുന്നവർ ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്ത് പറഞ്ഞ്, വിശ്വസ്തത ഭൂമിയിൽ നിന്നും മുളയ്ക്കുന്നു, നീതി സ്വർഗത്തിൽ നിന്നും നോക്കുന്നു. ഒന്നുകൂടെ ആ വാക്യം ഞാനൊന്ന് പറയുകയാണ്. വിശ്വസ്തത ഭൂമിയിൽ നിന്നും മുളയ്ക്കുന്നു, നീതി സ്വർഗത്തിൽ നിന്നും നോക്കുന്നു. ഒരു ഉദാഹരണം ഞാൻ പറയാം. അബ്രഹാം തന്റെ മകനായ, അത് സാധാരണ വിവാഹ ശുശ്രൂഷയിലൊക്കെ ഞാൻ പറയാറുള്ളതാണ്, ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. അബ്രഹാം തന്റെ മകനായ ഇസ്ഹാക്കിനൊരു വധുവിനെ അന്വേഷിപ്പാൻ എലിയാസറിനെ പറഞ്ഞു വിടുകയാണ്. എലിയാസറിനെ പറഞ്ഞു വിട്ട പദ്ദൻഅരാമിലേക്ക് കടക്കുന്ന ആ പട്ടണത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗത്തൊരു കിണറുണ്ട്. ആ കിണറെങ്കിൽ നിന്ന് എലിയാസർ, അതാണ് എൻ്റെ ചിന്ത, ഒരൊറ്റ പ്രാർത്ഥന, ദൈവമേ ഈ പട്ടണത്തിലെ കന്യകമാരെല്ലാം വെള്ളം കോരാൻ വരുന്ന സമയമാണ്. അങ്ങനെ വരുമ്പോൾ ഒരാളോട് ഞാൻ ചോദിക്കും, എനിക്കൊരല്പം വെള്ളം കുടിക്കാൻ തരാമോ എന്ന്. അങ്ങനെ വെള്ളം കുടിക്കാൻ തരാമോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് വെള്ളം തരിക മാത്രമല്ല, ഞാൻ ആവശ്യപ്പെടാതെ ഇങ്ങോട്ട് പറയണം, താങ്കൾക്ക് മാത്രമല്ല താങ്കളുടെ ഒട്ടകങ്ങൾക്കും കൂടെ തരാം. അങ്ങനെ പറഞ്ഞാൽ അവളായിരിക്കട്ടെ എൻ്റെ യജമാനനായ അബ്രഹാമിന്റെ മകൻ ഇസ്ഹാക്കിനായി ദൈവത്താൽ നിയമിക്കപ്പെട്ടവൾ. അടുത്തൊരു ഭാഗം എന്നെ ത്രസിപ്പിച്ച ഭാഗമാണ്. എലിയാസർ ഇങ്ങനെ പറഞ്ഞു തീർന്ന ഉടനെ, എൻ്റെ ഭാഷ പറയാം, പ്രാർത്ഥിച്ചു തീർന്ന ഉടനെ റിബെക്ക തോളിൽ പാത്രവുമായി വരികയാണ്. ഇന്ന് രാത്രി ഞാനൊരു കാര്യം വിളിച്ചു പറയാം പ്രിയരെ. അടിയന്തരമായി ദൈവം ഇടപെടേണ്ട ചില വിഷയങ്ങളിൽ, ചില നിർണായക നിമിഷങ്ങളിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വേഗതയിൽ, നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ ശീഘ്രഗതിയിൽ ദൈവത്തിന്റെ ഇടപെടൽ നടക്കുന്നത് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ ദൈവം നമുക്ക് അവസരം തരുമെന്ന് എത്ര പേര് വിശ്വാസത്താൽ അതരം തുറന്നു പറഞ്ഞ് ഇന്ന് രാത്രി ദൈവത്തിന് നന്ദി പറയും. അതെ, ദൈവിക ഇടപെടലുകൾ അങ്ങനെയൊക്കെ നടത്താൻ ദൈവം വിശ്വസ്തനാണ്. ആ പെൺകുട്ടിയെ, റിബേക്കയെ കണ്ടപ്പോ ഇദ്ദേഹം ചോദിക്കുന്നു, എലിയാസർ ചോദിക്കുന്നു, എനിക്കൊരല്പം വെള്ളം കുടിക്കാൻ തരാമോ? ആ പെൺകുട്ടി പെട്ടെന്ന് വേഗത്തില് ആ പാത്രം താഴെ ഇറക്കി അദ്ദേഹത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് പറയുകയാണ്, താങ്കൾക്കും മാത്രമല്ല താങ്കളുടെ ഒട്ടകങ്ങൾക്കും കൂടെ ഞാൻ വെള്ളം കോരി തരാം. 1-2 ഒട്ടകങ്ങളല്ല, 10 ഒട്ടകങ്ങൾ നിരന്നു നിൽക്കുകയാണ്. ആ സമയം വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സന്ധ്യ. ഒരു നല്ല ആമേൻ എന്ന് പറഞ്ഞ്, സന്ധ്യ എപ്പോഴാണ് സമയം? സന്ധ്യ സമയമാണ്. 1-2 ഒട്ടകങ്ങളാണോ? അല്ല, 10 ഒട്ടകങ്ങൾ. 10 ഒട്ടകങ്ങൾക്ക് വെള്ളം കോരി കൊടുക്കണമെങ്കിൽ എത്ര സമയം വേണ്ടി വരും? മനുഷ്യൻ കുടിക്കുന്നത് പോലാണോ ഒട്ടകങ്ങൾ വെള്ളം കുടിക്കുക? ഒട്ടകങ്ങൾ ഒത്തിരി വെള്ളം കുടിക്കും. ആ കിണറ്റിന്റെ പ്രത്യേകത എന്താണ്? ഇന്നത്തെ പോലെയുള്ള ക്രമീകരണമല്ല. ചവിട്ടുപടികൾ ചവിട്ടി ഇറങ്ങണം, പടികൾ ചവിട്ടി കയറണം, അല്ലേ? അവൾ വേഗത്തിൽ കിണറ്റിൽ ഇറങ്ങിയെന്നല്ലേ? ഒരു നല്ല ആമേൻ എന്ന് പറഞ്ഞേ, അല്ലേ? വേദപുസ്തകത്തിൽ അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്? അവൾ വേഗത്തിൽ കിണറ്റിൽ ഇറങ്ങിയെന്ന്. അപ്പൊ ചവിട്ടുപടികൾ, പടികൾ ചവിട്ടി 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 ഇറങ്ങണം, വെള്ളം കോരണം. അതൊക്കെ തിരുവഴുത്തിൽ ഒരു പദം കൊടുത്തിട്ടുണ്ട്. വേഗത്തിൽ അവൾ കിണറ്റിൽ ഇറങ്ങി, വേഗത്തിൽ അവളെ വെള്ളം കോരി. എന്റെ ചെന്ന് പറയാണ്, വേഗത്തിൽ. എന്തിനാ ഈ വേഗത്തിൽ ഇറങ്ങുന്നത്, വേഗത്തിൽ കോരുന്നത്, വേഗത്തിൽ കയറുന്നത്? സന്ധ്യയാകാൻ പോവാ. ഇരുട്ടുന്നതിന് മുമ്പേ തൻ്റെ ജോലി തികയ്ക്കണം. ആ തത്രപ്പാടിൽ അവൾ വേഗത്തിൽ ഓടുകയാണ്, വേഗത്തിൽ ഇറങ്ങുകയാണ്, വേഗത്തിൽ വെള്ളം കോരുകയാണ്, വേഗത്തിൽ കയറുകയാണ്, ഓടി വന്ന് ഒഴിക്കുകയാണ്. സഹായിക്കാൻ ആരുമില്ല കേട്ടോ. അവൾ ഒറ്റയ്ക്ക്
മാത്രമേ ഉള്ളൂ. എൻ്റെ നാടൻ ഭാഷ പറയാം, ഹൈറേഞ്ചിന്റെ ഭാഷ പറയാം, പമ്പരം കറങ്ങുന്നത് പോലെ അവളങ്ങനെ കറങ്ങുകയാണ്. ശ്വാസം വിടാൻ പോലും സമയമെടുക്കുന്നില്ല. ഓടുന്നു, ഇറങ്ങുന്നു, കോരുന്നു, കയറുന്നു, ഓടി വരുന്നു, ഒഴിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാനെങ്ങാനും വരുന്നത് ഞങ്ങളെ പോലെയുള്ള പ്രസംഗകരായിരുന്നെങ്കിൽ എലയാസറിന്റെ സ്ഥാനത്ത് ആദ്യം ആ കിണറ്റിങ്കൽ ചെല്ലുമ്പോൾ തന്നെ ചെയ്യുന്നൊരു കാര്യം ആ പൊന്മൂക്കൂത്തി ഉയർത്തി കാണിക്കും. ഒരാമേനെന്നവർ എന്നിട്ട് ആ 2 പൊൻവളയും കൂടെ ഉയർത്തി കാണിക്കും. എന്നിട്ട് പറയും, ആരാണോ ഞങ്ങൾക്ക് വെള്ളം കോരിത്തരുന്നത് അവർക്കുള്ളതാണ് മൂക്കൂത്തിയും അവർക്കുള്ളതാണ് വളയുമെന്ന് പറഞ്ഞേനെ. അങ്ങനെങ്ങാനും ആ മൂക്കൂത്തിയും വളയും കൂടെ എലയാസർ അവിടെ നിന്ന് പരസ്യമായി ഉയർത്തിക്കാട്ടിയിരുന്നെങ്കിൽ അങ്ങേർക്കും വെള്ളം കിട്ടത്തില്ല, ഒട്ടകങ്ങൾക്കും വെള്ളം കിട്ടത്തില്ല. കാരണം എന്താണെന്നറിയാമോ? നീ കോരണ്ട ഞാൻ കോരാമെന്ന് പറഞ്ഞ് തമ്മിൽ കൂട്ടയടിയും കൂട്ടയോട്ടവും നടന്നേനെ. ആ കൂട്ടയോട്ടവും കൂട്ടയടിയുമല്ലാതെ വെള്ളം കോരിച്ച് നടക്കില്ലായിരുന്നു. അവൾ ആ മൂക്കുത്തി ഉണ്ടെന്നൊന്നും അറിഞ്ഞില്ല. എലിയാസറിന്റെ കയ്യിൽ പൊൻവളയുണ്ടെന്നൊന്നും അറിഞ്ഞില്ല. മൂക്കുത്തി കിട്ടാനല്ല അവൾ ഓടിയത്, പൊൻവള കിട്ടാനല്ല അവൾ ഇറങ്ങിയത്, വെള്ളം കോരിയത്, ഒട്ടകങ്ങൾക്ക് കൊടുത്തത്, പ്രതിഫലേച്ച് ഉണ്ടായിട്ടല്ല. പക്ഷെ അവൾ ഓടുമ്പോൾ, അവൾ ഇറങ്ങുമ്പോൾ, അവൾ കയറുമ്പോൾ, അവൾ തിരികെ വരുമ്പോൾ, അവൾ ഒഴിക്കുമ്പോൾ, അവൾ വിയർക്കുമ്പോൾ എലയാസർ മാറി നിന്ന് മനസ്സിൽ പറയുന്നുണ്ടാകും, കുഞ്ഞെ നീ വെറുതെ ഓടുന്നതല്ല, നീ വെറുതെ ഇറങ്ങുന്നതല്ല, നീ വെറുതെ വെള്ളം കോരുന്നതല്ല, നീ വെറുതെ വയർക്കുന്നതല്ല. നിന്റെ മൂക്കിനിടാൻ 1/2 ശേക്കൽ പൊന്മൂക്കുത്തി എൻ്റെ കയ്യിലുണ്ട്, നിന്റെ കൈക്കിടാൻ 10 ശേക്കൽ പൊൻവള എൻ്റെ പക്കലുണ്ട്. ഇന്ന് രാത്രി ഞാൻ ദൈവമക്കളോട് സ്തോത്രം ചെയ്ത് പറയാം, അവൾ അതിനു വേണ്ടി അല്ലോടിയത്. പക്ഷെ ഓടിയവൾക്ക്, വിയർത്തവൾക്ക്, അധ്വാനിച്ചവൾക്ക് കൊടുക്കാൻ എലയാസറിന്റെ കയ്യിൽ പൊന്മൂക്കൂത്തി ഉണ്ടായിരുന്നെങ്കിൽ, പൊൻവളയുണ്ടായിരുന്നെങ്കിൽ, ഇന്ന് രാത്രി ഞാൻ ദൈവമക്കളോട് സ്തോത്രം ചെയ്ത് പറയുന്നു, വിശ്വസ്തത ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നു, നീതി സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു. ആരും ഭൗതിക നന്മയ്ക്കോ ഉയർച്ചയ്ക്കോ വേണ്ടിയല്ല ദൈവത്തെ സേവിക്കുന്നത്. എന്നാൽ ആർക്കും കടക്കാരനല്ലാത്ത ദൈവം, ആർക്കും ബാധ്യതയല്ലാത്ത ദൈവം, അനീതിയില്ലാത്ത ദൈവം ഇകത്തിലും പരത്തിലും നമ്മെ മാനിക്കാൻ വിശ്വസ്തനാണ്. അത് ദൈവത്തിന്റെ നീതിയാണ്. എന്നോട് ചേർന്ന് അധരം തുറന്ന് ദൈവത്തിന് സ്തോത്രം പറയാൻ മനസ്സുള്ള എത്ര പേർ ഇവിടെയുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കൂലി ദൈവത്തിന്റെ കയ്യിലുണ്ട്, പ്രതിഫലം ദൈവത്തിന്റെ പക്കലുണ്ട്. ഇവിടെ കിട്ടുന്ന ഭൗതിക നന്മകളൊക്കെ കൂലിയായിട്ടും എടുത്താൽ മതി. കൂലി എന്ന് പറഞ്ഞാൽ അധ്വാനത്തിനൊത്തു കിട്ടുന്ന ശമ്പളം, ശമ്പളം. പക്ഷെ പ്രതിഫലം എന്ന് പറയുന്നത് അധ്വാനത്തിനൊത്തു കിട്ടുന്നതല്ല, അത് കൂലിയാണ്. പ്രതിഫലമെന്ന് പറയുന്നത് അധ്വാനത്തിനൊത്തു കിട്ടുന്നതല്ല, അതിനേക്കാളുപരി ആ തരുന്നയാളുടെ ഔദാര്യം കൂടെ, അനുകമ്പ കൂടെ അതിനോട് ആഡ് ചെയ്ത് കിട്ടുന്നതാണെങ്കിൽ, ഇന്ന് രാത്രി ഇത് രണ്ടുമുണ്ട് പ്രിയരെ. ഭൂമിയിൽ നമുക്ക് ഭൗതിക നന്മകൾ, നമ്മുടെ ജീവനും, അതരം തുറന്ന് എത്ര പേർക്ക് സ്തോത്രം ചെയ്ത് പറയാൻ കഴിയും? നമ്മുടെ ജീവനും ഭക്തിക്കും വേണ്ടുന്നതെല്ലാം ദൈവം തരും. ഞാൻ സമൃദ്ധി പറയുകയല്ല. എന്നാൽ ഒരു കാര്യം ചോദിച്ചോട്ടെ, കർത്താവിനെ സേവിക്കാൻ ഇറങ്ങിയതിനു ശേഷം വന്നതിനേക്കാൾ താഴോട്ട് പോയിട്ടില്ലല്ലോ, വന്നതിനേക്കാൾ മെച്ചപ്പെട്ടിട്ടല്ലേ ഉള്ളൂ. അത് ദൈവത്തിന്റെ ഔദാര്യമാണെന്നോർത്ത് ഇന്ന് രാത്രി സ്തോത്രം പറയാൻ മനസ്സുള്ള ദൈവമക്കൾ കരമുയർത്തി ഒരിക്കൽ കൂടി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സമൃദ്ധിയുടെ സുവിശേഷമല്ല ഇന്ന് രാത്രി ഞാൻ ഇവിടെ പറയുന്നത്, അത് ഞാൻ അവസാനം വ്യക്തമാക്കിക്കൊള്ളാം. എന്നാലൊരു ആശയം പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. അവൾ ഓടുമ്പോൾ, അവൾ വിയർക്കുമ്പോൾ എലയാസർ മനസ്സിൽ പറയുന്നുണ്ടാകും, ഈ മൂക്കൂത്തിയും പൊൻവളയും മാത്രമല്ല, എൻ്റെ യജമാനനായ അബ്രഹാം ഒരു മഹാധനവാനാണ്. അവന്റെ മകന്റെ ഭാവി വധു എന്ന നിലയിൽ അവനുള്ളതെല്ലാം, അദ്ദേഹത്തിനുള്ളതെല്ലാം നിനക്ക് അവകാശപ്പെട്ടതാണ്. ഈ ഭൂമിയിൽ കിട്ടുന്നതെല്ലാം പ്രിയരെ പ്രോത്സാഹന സമ്മാനങ്ങൾ മാത്രമാണ്. ആ പ്രോത്സാഹന സമ്മാനങ്ങൾ ദൈവം എന്തിനാ തരുന്നെന്നറിയാമോ? ഈ കൊച്ചു കൊച്ചു കാര്യങ്ങൾ തരുന്നതിൽ ഞാൻ ഇത്ര വിശ്വസ്തനായ ദൈവമാണെങ്കിൽ, എന്നെ സേവിക്കുന്ന നിനക്ക് നിത്യതയിൽ
ഞാൻ ഒരുക്കി വച്ചിരിക്കുന്നത് എത്രയോ ശ്രേഷ്ഠമാണെന്ന് എൻ്റെ ദൈവം അതിലൂടെ നമ്മെ വ്യക്തമാക്കുകയാണെങ്കിൽ കൃപ ലഭിച്ചവർ ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്ത് പറഞ്ഞ്, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടുമില്ല, ആരുടെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. ഒരു കൊച്ചുദാഹരണം ഒന്ന് പറഞ്ഞോട്ടെ. ദൈവം നമ്മുടെ കൊച്ചു 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 കാര്യങ്ങളിലൊക്കെ വാഗ്ദത്തം പറയും അല്ലേ? പ്രവാചകന്മാരൊക്കെ വരുമ്പോൾ അല്ലേ? അതോ നിന്നെ പെട്ടെന്ന് സ്വർഗത്തിൽ കൊണ്ടുപോകുന്നതാണോ പറയുന്നേ? അല്ല. ഞാൻ പറയും, സോപ്പിന്റെ കാര്യത്തിൽ വരെ ദൈവം വാഗ്ദത്തം പറയും. എന്തുവാ സോപ്പിന്റെ? ഞാൻ ആദ്യമായിട്ട് തെങ്കാശി ബൈബിൾ സ്കൂളിൽ പഠിക്കാൻ പോയപ്പോഴേ സോപ്പില്ല, സോപ്പ്. അപ്പം അവസാനം ഈ 1-2 ദിവസം എല്ലാവരും ഇറങ്ങിയിട്ട് കയറാനിരുന്നു. കാരണം ഈ ബ്ലേഡ് പോലത്തെ അവരുപേക്ഷിക്കുന്ന. അവസാനം ആദ്യം കിട്ടാത്തൊരു ദിവസം ഞാൻ ഓർത്ത് ഇനി എന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ഞാൻ ആദ്യമായിട്ട് അന്നാ ദർശനം കാണുന്നത് എൻ്റെ മുമ്പിലൊരു സോപ്പ്, എൻ്റെ മുമ്പിലൊരു സോപ്പ്. ഞാൻ കണ്ട് 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരാൾ കൊണ്ട് അതേ സോപ്പ് എനിക്ക് തന്നു. അപ്പം ഞാൻ പറയും, സോപ്പിൻ്റെ കാര്യത്തിൽ വരെ ദൈവം വാഗ്ദത്തം പറയും. ഒരു ആമേനെന്ന് പറഞ്ഞ്, ഒരു കൊച്ചു സോപ്പിൻ്റെ കാര്യത്തിൽ 10 രൂപ 15 രൂപ വിലയുള്ള സോപ്പിൻ്റെ കാര്യത്തിൽ നമ്മോട് ദൈവം വാഗ്ദത്തം പറഞ്ഞിട്ട് ആ കാര്യത്തിൽ ദൈവം വിശ്വസ്തനാണെങ്കിൽ, ഇത്ര കുഞ്ഞു കാര്യങ്ങളിൽ ദൈവം വിശ്വസ്തനാണെങ്കിൽ, നിത്യതയിൽ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള അതുല്യമായ വാഗ്ദത്തങ്ങളിൽ പോഷ്ക് പറയാത്ത ദൈവം എത്രയോ വിശ്വസ്തനായ ദൈവമാണ്. അങ്ങനെയാണെങ്കിൽ കൃപ ലഭിച്ച ദൈവമക്കൾ ഒരുമിച്ച് കരമുയർത്തിപ്പിടിച്ച് സ്തോത്രം ചെയ്ത് പറ, എൻ്റെ ദൈവം തൻ്റെ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. കൂലി എൻ്റെ ദൈവത്തിൻ്റെ കയ്യിലുണ്ട്, പ്രതിഫലം എൻ്റെ ദൈവത്തിൻ്റെ പക്കലുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി പ്രിയരെ, തിക്താനുഭവങ്ങൾ ഉണ്ടായെന്നിരിക്കാം, നമ്പരങ്ങൾ ഉണ്ടായെന്നിരിക്കാം, സങ്കടങ്ങൾ ഉണ്ടായെന്നിരിക്കാം, ഒറ്റപ്പെടുത്തപ്പെടലുകൾ ഉണ്ടായെന്നിരിക്കാം. ഭക്തി കൊണ്ടും ദൈവാശ്രയം കൊണ്ടും പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലെന്ന് സാഹചര്യത്തിന്റെ സമ്മർദ്ദങ്ങൾ നിന്നെ തോന്നിപ്പിച്ചെന്നിരിക്കാം. എന്നാൽ ഇന്ന് രാത്രി ഞാൻ ആത്മനിയോഗത്തോടെ വിളിച്ചു പറയുന്നു, തളർന്നു പോകരുത്, ക്ഷീണിച്ചു പോകരുത്, നിരാശപ്പെട്ടു പോകരുത്, പിറകോട്ട് നോക്കരുത്, മുൻപോട്ടോടുക. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചിലരോട് ശക്തമായി ഈ ദൈവാലോചന വിളിച്ചു പറയുന്നു, തളർന്നു പോകാതെ ഇരുന്നാൽ, ഒരുമിച്ചൊരു ആമേൻ പറഞ്ഞു പറ, തളർന്നു പോകാതെ ഇരുന്നാൽ തക്ക സമയത്ത് കൊയ്യും അവകാശമെന്ന പ്രതിഫലം കർത്താവ് തരുമെന്നറിഞ്ഞ് കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു വരുന്നവരാകണോ? ഒന്നുകൂടെ സ്തോത്രം ചെയ്ത് പറയാണ്. വിളമ്പിയത് 12 പേര്. അവർക്ക് ഓരോ കൊട്ട മിച്ചം കൊടുക്കാൻ കർത്താവിന് ഇഷ്ടം തോന്നി. അവരായിട്ട് അല്ലേ 2-3 ദിവസം കൂടി കിട്ടിയ ഫുഡാണ്. അവരുടെ എല്ലാം കഴിപ്പ് കണ്ടിട്ട് ഇവർ തമ്മിൽ പറയുകയാണ്, നമുക്ക് മിച്ചം കിട്ടാൻ യാതൊരു സാധ്യത. എന്നാൽ പിന്നെ നമുക്കുള്ളത് ആദ്യം മാറ്റി വെച്ചിട്ട് ഇവർക്ക് വിളമ്പിയ പോരെ എന്നെങ്ങാനും അവർ ചിന്തിച്ചിരുന്നെങ്കിൽ ഒരാമേൻ പറ. അവസാനം കിട്ടേണ്ടതൊന്നും ദൈവം തരും. ഒരാമേൻ പറയാമോ? ദൈവം തരും. ദൈവം തരുന്നതും മതി. എത്ര പേര് സ്തോത്രം ചെയ്ത് പറയും? മനസാക്ഷിയെ വഞ്ചിച്ചും പ്രമാണത്തെ തകിടം മറിച്ചും ദൈവനാമത്തിന് അപമാനം വരുത്തിയും വളഞ്ഞ വഴികളിലൂടെ ഒന്നും വേണ്ട, ദൈവം, സ്വർഗത്തിലെ ദൈവം എനിക്ക് തരുന്നതും മാത്രം മതി. കരമുയർത്തിപ്പിടിച്ച് സ്തോത്രം ചെയ്ത ദൈവമക്കൾ ഒന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞ്, ദൈവമേ, അങ്ങേക്ക് ഹിതമല്ലാത്തതെന്നും എനിക്ക് തരരുതേ. അങ്ങേക്ക് ഹിതമല്ലാത്തതെന്തെങ്കിലും ലഭ്യമാകാൻ സാധ്യതയുണ്ടെങ്കിൽ അതിനെ മുടക്കേണമേ. അങ്ങേക്ക് ഹിതമുള്ളത് തടയപ്പെടുന്നുണ്ടെങ്കിൽ ആ തടസ്സങ്ങളെ മാറ്റി അത് നൽകി തരികയും ചെയ്യണമേ. എല്ലാ ദിവസവും ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ ഇത് ദൈവമക്കൾ ഒരു സ്തോത്രം ചെയ്ത് അധരങ്ങൾ കൊണ്ട് ദൈവത്തോട് പറയണം, അങ്ങേക്ക് ഹിതമല്ലാത്തതൊന്നും തരല്ലേ, അങ്ങേക്ക് ഹിതമുള്ളത് തരണമേ, അങ്ങേക്ക് ഹിതമല്ലാത്തത് തടയണമേ, അങ്ങേക്ക് ഹിതമുള്ളത് ഏതെങ്കിലും
മനുഷ്യരോ പിശാചോ തടഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ആ തടസ്സങ്ങളെ മാറ്റി എന്റെ കൂടാരത്തിൽ, എന്റെ തലമുറയുടെ മേൽ, എന്റെ മിനിസ്ട്രിയുടെ മേൽ, എന്റെ സഭയുടെ മേൽ കർത്താവ് അത് പെയ്യിപ്പിച്ചു തരണമേ. അതരം തുറന്ന് വിശ്വാസത്താൽ ആമേൻ പറയുന്ന എത്ര പേരുണ്ട്? യേശുവിന്റെ നാമത്തിൽ അതങ്ങനെ സംഭവിക്കട്ടെ. ഓരോ കൊട്ടം ഓരോരുത്തർക്ക്. അതിലൊരു കൊട്ട ന്യായമായി പത്രോസിനുള്ളതാ. അതിലൊരു കൊട്ട ന്യായമായി. പക്ഷെ പത്രോസേ, ഞാനും നീയുമായുള്ള ബന്ധത്തിന്റെ തെളിവ് ഒരു കൊട്ട അപ്പം കിട്ടിയതല്ല, നീ എന്നിൽ നിന്ന് പ്രാപിക്കുന്ന കഴുകലാണ്. ഭൗതികമല്ല, ദൈവവുമായുള്ള ബന്ധത്തിന്റെ തെളിവ്. അതിനപ്പുറത്ത് യേശുവിൽ നിന്ന് പ്രാപിക്കുന്ന കഴുകലാണ്. അത് പറയാനാണ് ഞാൻ ഉദാഹരണത്തിലേക്ക് വന്നത്. അപ്പോൾ കർത്താവ് പറയുന്നു, പത്രോസേ, ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് ഞാനുമായി പങ്കില്ല. ഉടനെ പത്രോസ് കർത്താവിനോട് പറയുകയാണ്, കർത്താവേ, അങ്ങുമായുള്ള ബന്ധത്തിന്റെ തെളിവ് കഴുകപ്പെടലാണെങ്കിൽ അതെന്തിനാ കാലും മാത്രമാക്കുന്നേ? 9-ാമത്തെ വാക്യം. അപ്പോൾ ശീമോൻ പത്രോസ്, കർത്താവേ, എൻ്റെ കാൽ മാത്രമല്ല കൈയും തലയും കൂടെ കഴുകണമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, കുളിച്ചിരിക്കുന്നവന് കാലല്ലാതെ കഴുകുവാൻ ആവശ്യമില്ല. ദൈവത്തിന് നന്ദി. അപ്പൊ ശുദ്ധഗതിക്കാരനായ പത്രോസ്, എന്ത് നല്ല മനുഷ്യൻ, എത്ര നിഷ്കളങ്കന. കർത്താവിനോട് പറയാ, കർത്താവേ, അങ്ങുമായുള്ള ബന്ധത്തിന്റെ തെളിവ് കഴുകലാണെങ്കിൽ പിന്നെ എന്തിനാ പച്ച ഈ കാല് മാത്രമാക്കുന്ന തലയും കൈയും കൂടെ അങ്ങ് കഴുകിക്കോ? അതിന് യേശു പറയുന്ന മറുപടി, പത്രോസേ, കുളിച്ചിരിക്കുന്നവന് കാലല്ലാതെ കഴുകേണ്ട ആവശ്യമില്ല. അപ്പൊ കഴുകപ്പെടലിന്റെ ഒന്നാമത്തെ ഘട്ടം മുഴുവനായി കഴുകപ്പെടുക. അതരന്നോട് ചേർന്ന് എത്ര പേർക്ക് സന്തോഷത്തോടെ ആമേൻ പറയാൻ കഴിയും? എന്താണ് പ്രിയരെ മുഴുവനായി കഴുകപ്പെടുക എന്ന് പറഞ്ഞാൽ? ഈ യേശു കർത്താവ് എന്താണ് ഇവിടെ അർത്ഥമാക്കുന്നത്? ഇതൊരു മാതൃകാ ശുശ്രൂഷ മാത്രമല്ല. ഒന്നുകൂടെ പറയുകയാണ്, ഇതൊരു മാതൃകാ ശുശ്രൂഷ മാത്രമല്ല, ഇത് തൻ്റെ മഹത്തായ ദൗത്യത്തിൻ്റെ വിളംബരം കൂടെയാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലായി എന്നാണ് ചിന്തിക്കുന്നത്. തൻ്റെ മഹത്തായ ദൗത്യത്തിൻ്റെ വിളംബരം കൂടെയാണ് ഈ മാതൃകാ ശുശ്രൂഷയിലൂടെ യേശു വ്യക്തമാക്കുന്നത്. അത്താഴത്തിൽ നിന്ന് കർത്താവ് എഴുന്നേറ്റില്ലേ? തൻ്റെ മഹത്വത്തിൻ്റെ മേൽവസ്ത്രം ഊരിമാറ്റിയില്ലേ? എന്തിനാ അവിടെ മഹത്വത്തിൻ്റെ മേൽവസ്ത്രം ഊരിമാറ്റിയത്? അതൊന്നിൻ്റെ സൂചനയാണ്. ഏതിൻ്റെ സൂചന? ഫിലിപ്പ്യ ലേഖനം 2-ാം അധ്യായം 5 മുതൽ. അറിയാവുന്നവർ ഒരുമിച്ചെന്ന് പറഞ്ഞ്, ക്രിസ്തുവേശുവിലുള്ള മനോഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അദ്ദേഹം ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളേണം എന്ന് വിചാരിക്കാതെ. അപ്പൊ യേശു കർത്താവ് മനുഷ്യനായി മണ്ണിൽ വരുമ്പോൾ തൻ്റെ ദൈവത്വമല്ല, പിന്നെ ദൈവത്വത്തിൻ്റെ മഹത്വമാണ് വേണ്ടാന്ന് വെച്ചു വന്നത്. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 5-ാമത്തെ വാക്യം വായിക്കേണ്ട. യേശുവിൻ്റെ പ്രാർത്ഥനയിലെ പ്രാർത്ഥനാവാചകം, പിതാവേ, ലോകസ്ഥാപനത്തിനു മുമ്പ് എനിക്ക് അങ്ങയുടെ അടുക്കലുണ്ടായിരുന്ന മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളണമേ. അല്പം കൂടെ ഞാൻ കടന്നൊന്ന് പറഞ്ഞോട്ടെ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം. ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. സറാഫുകൾ അദ്ദേഹത്തിന് ചുറ്റും നിന്നു. രണ്ടുകൊണ്ട് പാദം മൂടി, രണ്ടുകൊണ്ട് മുഖം മൂടി, രണ്ടുകൊണ്ട് പറന്ന് ഒരുത്തനോട് ഒരുവൻ പറഞ്ഞ് ആർത്താർക്കുകയാണ്, എന്താ സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. അവർ ആർക്കുന്ന ശബ്ദത്താൽ ആലയത്തിന്റെ ഉമ്മരപ്പടികളുടെ അടിസ്ഥാനം കുലുങ്ങി. അസിംഹാസനത്തിലിരിക്കുന്ന വ്യക്തിപ്രഭാവത്തിന്റെ തേജസ് മുഴു പ്രപഞ്ചത്തിലും വെച്ചിരിക്കുന്നു. എന്റെ ചോദ്യം, അസിംഹാസനത്തിലിരിക്കുന്ന സറാഫുകൾ രണ്ടുകൊണ്ട് പാദം മൂടി, രണ്ടുകൊണ്ട് മുഖം മൂടി, രണ്ടുകൊണ്ട് പറന്ന് സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് ആർത്താരാധിക്കുന്ന വ്യക്തി
നിമിത്തം ആരാണ്? യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം വായിക്കേണ്ട 41-ാമത്തെ വാക്യം അറിയാവുന്ന ദൈവമക്കൾ ഒരുമിച്ചെന്ന് പറഞ്ഞ്, യെശയ്യാവ് അദ്ദേഹത്തിന്റെ തേജസ് കണ്ടു. അങ്ങനല്ലേ വാക്യം? അദ്ദേഹത്തെ കുറിച്ച് സംസാരിച്ചു. അങ്ങനെയാണോ? അല്ല, യോഹന്നാൻ 12:41 വേണമെന്ന് വായിച്ചോളൂ. ഓക്കെ, യോഹന്നാൻ 12:41. യെശയ്യാവ് അദ്ദേഹത്തിന്റെ തേജസ് കണ്ടു, അദ്ദേഹത്തെ കുറിച്ച് സംസാരിച്ചു. എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയും? യെശയ്യാവ് യേശു ക്രിസ്തുവിന്റെ തേജസ് കണ്ടെന്ന്. അവന്റെ ഞാൻ മനഃപൂർവ്വം ഉച്ചരിക്കാത്തതാണ്, എന്നെ കൊണ്ട് പരമാവധി ഞാനതൊന്ന് വായിച്ച് എടുക്കാനായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. യെശയ്യാവ് അദ്ദേഹത്തിന്റെ തേജസ് കണ്ടെന്ന്, അദ്ദേഹത്തെ കുറിച്ച് സംസാരിച്ചെന്ന്. ആരുടെ തേജസ് കണ്ടെന്ന്? യേശു ക്രിസ്തുവിന്റെ തേജസ് കണ്ടെന്ന്. എപ്പോൾ കണ്ടെന്ന്? ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ കണ്ടെന്ന്. എങ്ങനെ കണ്ടെന്ന്? ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിലിരിക്കുന്നവനായി കണ്ടെന്ന്. എങ്ങനെ കണ്ടെന്ന്? സറാഫുകൾ രണ്ടുകൊണ്ട് പാദം മൂടി, രണ്ടുകൊണ്ട് മുഖം മൂടി, രണ്ടുകൊണ്ട് പറന്ന് സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ആർത്താരാധിക്കുന്നതായി കണ്ടെന്ന്. എങ്ങനെ കണ്ടെന്ന്? തൻ്റെ മുഴു പ്രപഞ്ചത്തിലും മഹത്വം വയ്ക്കപ്പെട്ടവനായി യേശു കർത്താവിനെ കണ്ടെന്ന്. ഇന്ന് രാത്രി ഈ യോഗത്തിൽ ഞാൻ വിളിച്ചു പറയുന്നു, ഈ അഖിലാണ്ട ഘടാകത്തിന്റെ ഉടയവനും സൃഷ്ടാവും കാരണഭൂതനും നിയന്ത്രണാധാവുമായ മഹാദൈവം, സ്വർഗത്തിലും സ്വർഗാദി സ്വർഗങ്ങളിലും അടങ്ങിയിരിക്കാത്ത ഒതുങ്ങാത്ത ദൈവം, സ്വർഗം സിംഹാസനവും ഭൂമി പാദപീഠവുമായ ദൈവം, ഈ അഖിലാണ്ട ഘടാകത്തിന്റെ ഉടയവനായ ദൈവം, ദൈവത്വത്തിന്റെ മഹത്വം വെടിഞ്ഞ് മനുഷ്യനായി എന്തിനു മണ്ണിൽ വന്നു എന്ന് ഇന്ന് രാത്രി എൻ്റെ മാന്യ ശ്രോതാക്കളെ ഞാനും നിങ്ങളും തിരിച്ചറിയണം. യേശു എന്തിനു തൻ്റെ ദൈവത്വത്തിന്റെ മഹത്വം വെടിഞ്ഞു വന്നു? പിന്നീട് വ്യക്തമാക്കാം. അപ്പൊ തന്റെ മഹത്വത്തിന്റെ മേൽവസ്ത്രം ഊരി മാറ്റിയത് തന്റെ ദൈവത്വത്തിന്റെ മഹത്വം വേണ്ടെന്ന് വെച്ചതിന്റെ സൂചനയാണ്. അടുത്തത് അരികിൽ തുവർത്ത് ചുറ്റി. ആരാണ് അരികിൽ തുവർത്ത് ചുറ്റുക? ദാസന്മാരാണ് ചുറ്റുക. അങ്ങനെയാണെങ്കിൽ യേശു എന്തിനാണ് അരികിൽ തുവർത്ത് ചുറ്റിയത്? ഫിലിപ്പി ലേഖനം 2 വാക്യ ഭാഗത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മനുഷ്യ സാദൃശ്യത്തിലായി ദാസരൂപമെടുത്തു, അല്ലേ? മനുഷ്യ അങ്ങനല്ലേ വാക്യം, അല്ലേ? മനുഷ്യ സാദൃശ്യത്തിലായി ദാസരൂപമെടുത്തു, മനുഷ്യ സാദൃശ്യത്തിലായി തൻ്റെ ദൈവത്വത്തിന്റെ മഹത്വം വേണ്ടെന്ന് വെച്ച് യേശു ദാസനായി എന്തിനു മണ്ണിലേക്ക് വന്നു? അടുത്തത് കൂടെ ഞാനൊന്ന് പറയാം. ക്രൂശിലെ മരണത്തോളം തന്നെ എന്നൊരു പ്രയോഗം കൂടുണ്ട്. എന്തിനാ ക്രൂശിലെ മരണത്തോളം തന്നെ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്? അങ്ങനെ രേഖപ്പെടുത്താൻ കാരണം ഇതപര്യന്തം ലോക നിയമമനുസരിച്ച് നിയമപരമായി അനുവദിക്കപ്പെട്ട വധശിക്ഷകളിൽ ഏറ്റവും വേദനാജനകമായ മരണം. നിങ്ങൾ എത്ര പേരെന്നോട് ചേർന്ന് ആമേൻ പറഞ്ഞു വരുന്നുണ്ട്? തലവെട്ടിയാൽ അല്പ മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ, സെക്കൻഡുകൾ മാത്രമേ ഉള്ളൂ. വെടിവെച്ചാൽ സെക്കൻഡുകൾ മാത്രമേ ഉള്ളൂ. എല്ലാ മരണങ്ങളും നിയമപരമായി ലോകത്തിതുവരെ നിലവിൽ വന്ന എല്ലാ ശിക്ഷാ ക്രമീകരണങ്ങളും പെട്ടെന്ന് വേദന തീരുന്നതാണ്. നിയമപരമല്ലാത്ത പ്രാകൃത മരണങ്ങളുണ്ട്, അതിലേക്കല്ല ശിക്ഷകളുണ്ട്, അതിലേക്കല്ല ഞാൻ വരിക. നിയമപരമായി അംഗീകരിക്കപ്പെട്ടതിൽ ഏറ്റവും വേദനാജനകമായ മരണം ക്രൂശു മരണമാണ്. അതന്നു മുതൽ ഇന്നു വരെയുള്ള നിയമപരമായ വധശിക്ഷകൾ പരിശോധിച്ചാൽ ഏറ്റവും വേദനാജനകമായ മരണം, നീണ്ട മണിക്കൂറുകൾ വേദന തിന്നു മരിക്കുന്നത് ക്രൂശു മരണമാണ്. അതുകൊണ്ടാണ് ഫിലിപ്പി ലേഖനത്തിൽ പൗലോസ് പറയുന്നത്, ക്രൂശിലെ മരണത്തോളം തന്നെ. ഇന്ന് രാത്രി എൻ്റെ മാന്യ സുഹൃത്തെ, യേശു തൻ്റെ ദൈവത്വത്തിൻ്റെ മഹത്വം വേണ്ടെന്ന് വെച്ച് മനുഷ്യനായി എന്തിനു വന്നു? ദാസനെ പോലെ എന്തിനു ജീവിച്ചു? നിയമപരമായി അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതിൽ ഏറ്റവും വേദനാജനകമായ ക്രൂശു മരണത്തിന്
യേശു എന്തിനു വിധേയനായി? അതിന്റെ മറുപടി ദൈവത്തിന് സ്തോത്രം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59-ാം അധ്യായം 1-ാം വാക്യം, രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം ദൈവത്തിന്റെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം ദൈവത്തിന്റെ ചെവി മന്ദമായിട്ടുമില്ല. നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ അകറ്റുന്നത് നിങ്ങളുടെ അകൃത്യമാണ്, നിങ്ങളുടെ പാപമാണ്. പാപം നിമിത്തം, അകൃത്യം നിമിത്തം പരമപരിശുദ്ധനായ ദൈവവുമായി അടുക്കാൻ കഴിയാതെ മനുഷ്യൻ വിദൂരതയിൽ നിൽക്കുകയാണ്. അവൻ ഒരിക്കലും പരമപരിശുദ്ധനായ ദൈവത്തോട് അടുക്കാൻ കഴിയില്ല. അവന്റെ കർമ്മങ്ങൾ കൊണ്ട്, അവന്റെ ആചാരങ്ങൾ കൊണ്ട്, അവന്റെ യാതൊരു പ്രവൃത്തി കൊണ്ടും അവന് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ, ദൈവത്തോട് അടുക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് പ്രവാചകൻ വിളിച്ചു പറയുന്നത്, നിങ്ങളുടെ സൽപ്രവൃത്തികളെല്ലാം. ഒരു കാലത്ത് പെന്തക്കോസ്തുകാരുടെ യോഗങ്ങളിൽ ഉറക്ക വിളിച്ചു പറയുന്നൊരു പദമായിരുന്നു, അതെല്ലാം കറപുരണ്ട. എല്ലാവരും സ്തോത്രം ചെയ്തു പറ. തുണി പോലെയാണ് ദൈവസന്നിധിയിൽ ഒരു മനുഷ്യർക്കും കടന്നു വരുവാൻ കഴിയാതെ പാപം നിമിത്തം. ആ സങ്കീർത്തനക്കാരന്റെ ഭാഷയിൽ പറഞ്ഞാൽ നാശകരമായ കുഴി, കുഴഞ്ഞ ചേറ്. എത്ര പേർക്ക് ആമേൻ പറയുന്നുണ്ട്? നാശകരമായ കുഴി എന്നതിന് ദൈവത്തിന് സ്തോത്രം, അവസാനമില്ലാത്ത കുഴി. നാശകരമായ കുഴിയാണ് അത്, കുഴഞ്ഞ ചേറാണ്, അതിന് അവസാനമില്ല. അവസാനമില്ലെന്ന് മാത്രമല്ല, അത് കുഴഞ്ഞതാണ്. ആ കുഴഞ്ഞ നാശകരമായ അവസാനമില്ലാത്ത ആ കുഴഞ്ഞ ചേറിൽ നിന്ന്, പാപച്ചേറിൽ നിന്ന് മനുഷ്യന് രക്ഷപ്പെടാൻ കഴിയാതെ, അവന്റെ പ്രയത്നങ്ങൾ കൊണ്ടൊന്നും മനുഷ്യന് സ്വയം കരകയറാൻ കഴിയാതെ അവൻ ദൈവത്തിൽ നിന്നകന്ന് നാശകരമായ കുഴിയിലും കുഴഞ്ഞ ചേറിനകത്തും നിബന്ധിച്ചപ്പോൾ എൻ്റെ ദൈവം എന്താ ചെയ്തെന്നറിയാമോ? ദൈവം മനുഷ്യനായി. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകയാൽ എൻ്റെ കർത്താവും ജഡരക്തങ്ങളോട് കൂടിയവനായി മനുഷ്യനായി മണ്ണിൽ വന്ന ദൈവകൃപയോർത്താൽ ഇന്ന് രാത്രി ആദരം മൂട്ടിയിരിക്കാൻ കഴിയുമോ? അതൊക്കെ ഓർത്തു വേണ്ടേ ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ? അങ്ങനെ യേശു കർത്താവ് മനുഷ്യനായി മണ്ണിൽ വന്നു. എന്തിനു മണ്ണിൽ വന്നു? മനുഷ്യ, നിന്റെ അകൃത്യം പരിഹരിക്കാൻ, നിന്റെ പാപം പരിഹരിക്കാൻ, നിന്റെ പാപക്കറ കഴുകിക്കളയാൻ, എന്നിട്ട് ദൈവവുമായി താങ്കളെ നിരപ്പിക്കാൻ എൻ്റെ കർത്താവ് നിരപ്പിന്റെ ശുശ്രൂഷയുമായി തൻ്റെ മരണത്താൽ മനുഷ്യന്റെ പാപം പരിഹരിക്കാൻ മനുഷ്യനായി മണ്ണിൽ വന്നു. അവിശ്വസ്തതയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തൻ്റെ മരണം മൂലം യേശു അത് നിവർത്തിച്ചു. എല്ലായിടത്തും ഞാൻ ക്രൂശ് പറയുന്നതാണ്. ഇന്ന് രാത്രി ഒരു ആവർത്തന വിരസത ഉണ്ടാകുമെന്ന് എനിക്കറിയാം. പക്ഷേ എവിടെ പറഞ്ഞാലും ക്രൂശിനെ കുറിച്ച് പറയാനല്ലേ പറ്റുകയുള്ളൂ. ഇന്ന് രാത്രി നിങ്ങൾ ക്രൂശിലേക്കൊന്ന് നോക്കിക്കേ. തലയിൽ മുൾക്കിരീടം ചൂടപ്പെട്ട്, കണ്ണുകെട്ടി തല്ലപ്പെട്ട്, മുഖത്ത് തുപ്പലേൽക്കപ്പെട്ട്, പുറമുഴുവൻ ചാല് പോലെ അടിച്ചു കീറപ്പെട്ട്, അസ്ഥികളുടെ ബന്ധമെല്ലാം വിച്ഛേദിക്കപ്പെട്ട്, മുൾക്കിരീടം ചൂടിയ തല മറ്റൊരിടത്തും ചായച്ചു വെക്കാൻ ഇടമില്ലാതിരുന്നത് കൊണ്ട് സ്വന്തം തോളോട് ചായച്ചു വെച്ച് ക്രൂശിൽ കിടക്കുന്ന രക്ഷിതാവിനെ കണ്ടോ? ആ മരണം, ആ വരവ്, ആ ദാസ്യ ശുശ്രൂഷ മറ്റൊന്നിനുമായിരുന്നില്ല. മാനവവർഗത്തെ പാപത്തിൽ നിന്ന് കഴുകാനായിരുന്നു. നാശകരമായ കുഴിയിൽ നിന്ന്, കുഴഞ്ഞ ചേറ്റിൽ നിന്ന് അവരെ കരകയറ്റാനായിരുന്നു, അവരെ രക്ഷിക്കാനായിരുന്നു. അതരം തുറന്ന വാക്കിന് ഇന്ന് രാത്രി സ്തോത്രം പറയാൻ മനസ്സുള്ള ദൈവമക്കളുടെ കരം ഞാൻ ഒന്നുകൂടെ കാണട്ടെ. ആ കരവ് ശബ്ദവും ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാ. ഡങ്കൻ എന്ന നിരപരാധിയായ രാജാവിനെ സ്വന്തം ഭാര്യയുടെ ഇംഗീതത്തിന് വഴങ്ങി മാക്ബത്ത് കൊന്നു. അവസാനം കുറ്റബോധം കൊണ്ട് മഹാസമുദ്രത്തിന്റെ തീരത്തേക്ക് ഓടിച്ചെന്നു. ആ മഹാസമുദ്രത്തെ നോക്കി മാക്ബത്ത് വിളിച്ചു പറഞ്ഞു, അല്ലയോ മഹാസമുദ്രമേ, നിന്നിലുള്ള വെള്ളം മുഴുവൻ ഉപയോഗിച്ച് കഴുകിയാലും നിരപരാധിയായ ഡങ്കൻ രാജാവിനെ കൊന്ന രക്തക്കറ എൻ്റെ കൈകാലുകളിൽ നിന്നും മാഞ്ഞു പോകില്ല.
എൻ്റെ മാന്യ സുഹൃത്തുക്കളെ, ലോകത്തിലുള്ള ഒരു നദികളിലെയും ലോകത്തിലുള്ള ഒരു സമുദ്രങ്ങളിലെയും വെള്ളത്തിനു മനുഷ്യന്റെ പാപക്കറയെ കഴുകിക്കളയാൻ കഴിയില്ല. എന്നാൽ യെശയ്യാവ് എന്താണ് വിളിച്ചു പറയുന്നത്? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 18-ാമത്തെ വാക്യം നമ്മുടെ നാവിൽ തത്തിക്കളിക്കുന്ന വാക്യമാണ്. എന്നാൽ അതൊന്നുകൂടെ വായിച്ചോളൂ. യെശയ്യാ 1:18. നിങ്ങളുടെ പാപങ്ങൾ, ഹല്ലേലൂയ, വരുവീൻ നമുക്ക് തമ്മിൽ വാദിക്കാം എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. നിങ്ങളുടെ പാപങ്ങൾ കടുംചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും, രക്താംബരം പോലെയായിരുന്നാലും ചുവപ്പായിരുന്നാലും പഞ്ഞി പോലെ ആയിത്തീരും. ഇന്ന് രാത്രി ആൾക്കൂട്ടത്തിന്റെ ബാഹുല്യമല്ല രക്ഷയുടെ സന്തോഷം. അകത്തുള്ള ദൈവമക്കൾ ഒരുമിച്ച് കരമുയർത്തി സ്തോത്രം ചെയ്ത് പറഞ്ഞ് യേശു ക്രിസ്തുവിന്റെ ചോരപ്പുഴയിൽ മുങ്ങിപ്പൊങ്ങി പാപമോചനം പ്രാപിക്കാൻ കഴിഞ്ഞതാണ് എൻ്റെ ജീവിതം കൊണ്ടുണ്ടായ ഏറ്റവും വലിയ നേട്ടം. അതിലെന്റെ ദൈവത്തിന് സ്തോത്രം എന്ന് പറയാൻ മനസ്സുള്ള ദൈവമക്കൾ കരമുയർത്തി ശബ്ദമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. 1 യോഹന്നാന്റെ സുവിശേഷം വായിക്കേണ്ട 1:7-8 വാക്യങ്ങൾ. അദ്ദേഹത്തിന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഇന്ന് രാത്രി എൻ്റെ സന്ദേശം കേൾക്കുന്ന മാന്യ ശ്രോതാവേ, ജീവിതത്തിൽ കാട്ടിക്കൂട്ടിയ വിക്രിയകളെല്ലാം മനസാക്ഷി കോടതിയിൽ നിങ്ങളെ വേട്ടയാടി എല്ലാവരുടെയും മുമ്പിൽ ചിരിക്കുന്നുണ്ടാകാം, എല്ലാ കാര്യങ്ങളും സുഗമമായി നടക്കുന്നുണ്ടാകാം. പക്ഷേ കാട്ടിക്കൂട്ടിയതെല്ലാം മനസാക്ഷി കോടതിയിൽ കുറ്റബോധത്താൽ വേട്ടയാടി മരണഭയം കൊണ്ട് പാപപരിഹാരം ജീവിതത്തിൽ ഉണ്ടായില്ല എന്ന തേങ്ങലുകൾ കൊണ്ടുളവാകുന്ന കുറ്റബോധം കൊണ്ട് ഇന്ന് രാത്രി ജീവിതം നിരാശപ്പെടുത്തുന്ന ആരെങ്കിലും ഇതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയാം, നിങ്ങളുടെ പാപം പരിഹരിക്കാനാണ് യേശു മനുഷ്യനായി മണ്ണിൽ വന്നത്. ആ പാപപരിഹാരത്തിന് ദൈവം ഒരുക്കിയ മാർഗമാണ് യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണം. യേശു മനുഷ്യനായി മണ്ണിൽ വന്നത്, ക്രൂശിൽ മരിച്ചത് എന്റെ പാപപരിഹാരത്തിന് വേണ്ടിയാണെന്ന് ആര് ഹൃദയപൂർവ്വം വിശ്വസിക്കുന്നു അവർക്ക് പാപപരിഹാരം നൽകുക മാത്രമല്ല, അതിന്റെ ഉറപ്പും എന്റെ ദൈവം ഹൃദയത്തിൽ കൈമാറും. ആ ഉറപ്പ് ലഭിച്ച എത്ര പേർ ഇവിടെ ഉണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കരമുയർത്തി ഒരിക്കൽ കൂടി ഈ രാത്രി ദൈവത്തിന് നന്ദി പറയാം. പരിശുദ്ധാത്മാവ് ഈ രാത്രി അതിനായി നമ്മെ ക്ഷണിക്കുന്നു. മുഴുവനായി കഴുകപ്പെടുക. യേശുവേ, ഇന്നേക്ക് 2024 വർഷങ്ങൾക്ക് പിറകിൽ 26 എനിക്കറിയാം. 24 എന്ന് പറയാൻ കാരണം 3-4 വർഷം കലണ്ടറിൽ ഏറ്റക്കുറച്ചിലൊക്കെ ഉണ്ടാകാം. ഇന്നേക്ക് 2020 വർഷങ്ങൾക്ക് പിറകിൽ മനുഷ്യനായി സ്വർഗമഹിമകളെ വെടിഞ്ഞങ്ങ് മണ്ണിൽ വന്നത്, ക്രൂശിൽ മരിച്ചത് എൻ്റെ പാപപരിഹാരത്തിനു വേണ്ടിയായിരുന്നു എന്ന് ഒരാൾ നിറഞ്ഞ കണ്ണുകളോടും വിങ്ങുന്ന ഹൃദയത്തോടും വിതുമ്പുന്ന ചുണ്ടുകളോടും കൂടെ ഏറ്റുപറയുമ്പോൾ സ്വർഗീയ കോടതി സൗജന്യമായി ഓമനപുത്രൻ്റെ ക്രൂശിലെ മരണത്തിൻ്റെ ചിലവിൽ നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ചു തരുന്നു. എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയും? എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ താങ്കൾ എത്ര കൊടിയ പാപിയാണെങ്കിലും ജീവിതത്തിൽ എന്തെല്ലാം വീഴ്ചകളും താഴ്ചകളും സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഇന്ന് രാത്രി ഇതിനകത്തിരുന്ന് വിങ്ങലോടെ യേശുവേ, ഞാനൊരു പാപിയാണ്, അങ്ങന്റെ പാപപരിഹാരത്തിന് വേണ്ടി മണ്ണിൽ വന്നു ക്രൂശിൽ മരിച്ചു എന്ന് ഞാൻ ഹൃദയംഗമമായി വിശ്വസിക്കുന്നു എന്ന് പറയുന്ന മാത്രയിൽ നിങ്ങളുടെ 1000 പാപങ്ങൾ ഓമനപുത്രന്റെ ചിലവിൽ ക്ഷമിച്ചു തന്ന് നിങ്ങളെ തന്റെ പുത്രനും പുത്രിയുമാക്കി മാറ്റാൻ ദൈവം മഹാ കരുണയുള്ള ദൈവമാണ്, മനസ്സലിവുള്ള ദൈവമാണ്. നിസ്സീമമായ ദൈവകൃപയുടെ സന്ദേശം ഇന്ന് രാത്രി ഇവിടെ പറയാൻ എനിക്ക് കൃപ തന്ന എന്റെ ദൈവത്തിനു സ്തോത്രം. ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇത്രയും മുന്നോട്ട് പോകണമെന്ന് ഞാൻ ആഗ്രഹിച്ചില്ല. ഒരു ചിന്ത കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അപ്പം മുഴുവനായി കഴുകപ്പെടുക എന്ന് പറഞ്ഞാൽ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുക. യേശു ക്രിസ്തുവിലൂടെ ദൈവം ഒരുക്കിയ സൗജന്യ രക്ഷ
കരഗതമാക്കുക. അടുത്തത് കർത്താവ് പറയുന്നു, പത്രോസേ, മുഴുവനായി കഴുകപ്പെട്ടവർക്ക് വേണ്ടുന്ന രണ്ടാമതൊരു കഴുകലുണ്ട്. ഒത്തിരി വിശദീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു ആമേനെന്ന് സന്തോഷത്തോട് പറഞ്ഞ് കാൽ കഴുകുക. എന്താ കാല് കഴുകുക എന്ന് പറഞ്ഞാൽ? രണ്ടാം ഘട്ട കഴുകൽ തുടർമാനമായൊരു പ്രക്രിയയാണ്. ഒന്നാം ഘട്ട കഴുകൽ നമുക്ക് എങ്ങനെ പേര് കൊടുക്കാം? അത് നീതീകരണമാണ്. എന്നാൽ രണ്ടാം ഘട്ട കഴുകൽ വിശുദ്ധീകരണമാണ്. 2 വാക്യങ്ങൾ മാത്രം വായിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കാം. ഒന്ന് തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം. ഹല്ലേലൂയ. വിശുദ്ധീകരണത്തിനും 3 വായിച്ചു മനെ. ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ, നിങ്ങൾ ദുർനടപ്പ് വിട്ടൊഴിഞ്ഞ്. മതി, അതൊന്ന് അങ്ങോട്ട് നിർത്തിയേക്കാം. എല്ലാവരും എന്നെ കണ്ണു തുറന്നൊന്ന് നോക്കി. രണ്ടാം ഘട്ട കഴുകൽ എന്താ? ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ഏതാ ശുദ്ധീകരണം? നിങ്ങൾ ദുർനടപ്പ് വിട്ടൊഴിഞ്ഞ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ജഡാസക്തി, ജഡീക പാപങ്ങൾ. രക്ഷിക്കപ്പെട്ട വിശ്വാസി ലോകത്തെ ജയിക്കണം, പാപത്തെ ജയിക്കണം, ജഡത്തെ ജയിക്കണം. എല്ലാവരും ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്ത് പറ. ദൈവത്തിന് സ്തോത്രം. പിശാചിനെ, ലോകത്തെ, പാപത്തെ, ജഡത്തെ, പിശാചിനെ ജയിക്കണം ശുദ്ധീകരണം കൂടാതെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. കണ്ണിനെ കണ്ണിന്റെ വഴിക്ക് വിടരുത്, വായെ വായുടെ വഴിക്ക്, നാവിനെ നാവിന്റെ വഴിക്ക് വിടരുത്, ചെവിയെ ചെവിയുടെ വഴിക്ക്, കയ്യെ കൈയുടെ വഴിക്ക്, കാലിനെ കാലിന്റെ വഴിക്ക് വിടരുത്. വികാരങ്ങളെ, വിചാരങ്ങളെ അതിന് മേയാൻ ഇഷ്ടമുള്ളിടത്തേക്കൊന്നും ആമേൻ കടിഞ്ഞാണില്ലാതെ അഴിച്ചു വിടരുത്. ഇന്ന് രാത്രി സ്തോത്രം ചെയ്തു പറ. ക്രിസ്തുവിലുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം എല്ലാറ്റിനെയും പിടിച്ചടക്കാൻ കഴിയുന്ന, ലോകത്തെ ജയിക്കാൻ കഴിയുന്ന, പാപത്തെ ജയിക്കാൻ കഴിയുന്ന, ജഡത്തെ ജയിക്കാൻ കഴിയുന്ന, പിശാചിനെ ജയിക്കാൻ കഴിയുന്ന കൃപ ലഭിച്ച ദൈവമക്കൾ ഒരുമിച്ച് ആത്മാവിലൊന്ന് സ്തോത്രം ചെയ്ത് പറഞ്ഞ്, ആകയാൽ സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. ഇന്ന് രാത്രി ഇതിനകത്ത് ആത്മാവിൽ ആധാരം തുറന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്ത് പറ. എൻ്റെ ഓട്ടത്തിന്റെ വേഗതയെ കുറയ്ക്കുന്ന, ദൈവവുമായുള്ള എൻ്റെ പ്രാഗൽഭ്യത്തെ ഇല്ലാതെയാക്കുന്ന ലോകശക്തിയുടെ മേൽ, പാപശക്തിയുടെ മേൽ, ജഡാശക്തിയുടെ മേൽ ദൈവത്തിന് സ്തോത്രം. എൻ്റെ അവയവങ്ങളോട് പോരാടുന്ന ആ പ്രലോഭനങ്ങളെ എനിക്ക് കീഴടക്കാനും നിയന്ത്രിക്കാനും കഴിയാതെ എന്നിൽ ഇതുവരെ കുതിയിരുന്ന് വെല്ലുവിളിച്ച് എന്നെ തകർത്ത പൈശാചിക ശക്തികളുടെ മേൽ ഇന്ന് രാത്രി വചനത്താൽ പരിശുദ്ധാത്മാവ് എനിക്ക് ജയം തരുന്ന രാത്രിയായി മാറട്ടെ. വിശ്വസിക്കുന്ന ദൈവമക്കൾ ആദരം പൂട്ടിയിരിക്കാതെ ആദരം തുറന്ന കരമടിച്ച് ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ചിലരെ ജയാളിയാക്കി മാറ്റുന്ന, നാളിതുവരെ നിങ്ങളെ പരാജയപ്പെടുത്തിയ ചില മേഖലയെ ജയിക്കാൻ കഴിയുന്ന, അതിനെ കീഴടക്കാൻ കഴിയുന്ന അതുല്യമായ ദൈവശക്തി ഈ വചന ശുശ്രൂഷയിൽ പരിശുദ്ധാത്മാവ് പകരുകയാണ്. ഒരു വാക്യം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തും. ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ എന്ന് പറയുമ്പോൾ പാപം, അശുദ്ധി, അതിനോട് വിട പറഞ്ഞ് അപ്രലോഭനങ്ങൾക്ക് കീഴടങ്ങാതെ അതിനെ ജയിക്കുന്നതാണ്. ആത്മാവിൻ്റെ രാത്രി എന്നോട് ശക്തമായി പറയുന്നു, ലോകത്തെ ജയിച്ച ജയമോ. ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്ത് പറ. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. അധികാരത്തോടൊന്ന് പറഞ്ഞ് എനിക്കതിനെ ജയിക്കാൻ കഴിയുമെന്ന് പറ, എനിക്കതിനെ കീഴടക്കാൻ കഴിയുമെന്ന് പറ. നാളിതുവരെ നിങ്ങൾക്ക് കീഴടക്കാൻ കഴിയാതെ നിങ്ങൾ യജമാനനെ പോലെ, നിങ്ങൾ ദാസനായി നിങ്ങൾ യജമാനനെ പോലെ വർത്തിച്ച ചിലതിനെ
നിങ്ങൾ കർത്തൃത്വം നടത്തത്തക്ക നിലയിൽ നിങ്ങളുടെ കീഴിൽ ദൈവം അതിനെ ദാസനാക്കി മാറ്റുന്ന ദൈവിക അഭിഷേകത്തിന്റെ കൈമാറ്റം ഇന്ന് രാത്രി വചന ശുശ്രൂഷയിൽ ഞാൻ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചിലരുടെ മേൽ പരിശുദ്ധാത്മാവ് അയക്കുന്നത് എൻ്റെ ശരീരത്തിൽ എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നു. എൻ്റെ മാന്യ സഹോദര, എൻ്റെ മാന്യ സഹോദരി, ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് വചനത്താൽ അത് ചെയ്യുകയാണ്. ഒരു പുതു മനുഷ്യനായി ഈ രാത്രി പന്തൽ വിട്ട് പോകത്തക്ക നിലയിൽ പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവർത്തനം നിങ്ങളിൽ സംഭവിക്കുകയാണ്. രണ്ടാമത്തെ എബ്രായ ലേഖനം 12-ാം അധ്യായം 14 മുതൽ 16 വരെ. എല്ലാവരോടും സമാധാനമാചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പി. ശുദ്ധീകരണം കൂടാതെ ആരും, ആ വാക്കിന് എല്ലാവരും കരമുയർത്തി ഒന്ന് സ്തോത്രം പറയണം. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. ഈ ശുദ്ധീകരണം എന്താ? എല്ലാവരോടും കാഹളം ഒന്ന് ധ്വനിച്ചാ മതി, എനിക്കങ്ങ്. പക്ഷെ കൂട്ടും സഹോദരനെ കണ്ടാൽ കൂട്ടിമുട്ടിയാ മിണ്ടുകയല്ല. എന്തോ കേട്ടാ മതി, കാഹളം ഒന്ന്. എത്ര പേര് ഇതിനൊക്കെ ഗൗരവമായി എടുക്കുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ക്രിസ്തീയ ജീവിതത്തിൽ ഈഗോയ്ക്കൊന്നും പ്രസക്തി ഇല്ല. ആ ബാക്കി ഒന്നുകൂടെ പറഞ്ഞേ. എല്ലാവരോടും സമാധാനമാചരിച്ച്. ഒരു നല്ല സ്തോത്ര ശക്തിയോടെ കരമുയർത്തി ഒരു നല്ല ആമേൻ എന്ന് പറ. എല്ലാവരോടും സമാധാനമാചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പി. ന്യായ അന്യായങ്ങൾക്കൊന്നും പ്രസക്തിയില്ല. എൻ്റെ ഭാഗത്താണ് 100% ന്യായം. അതുകൊണ്ട് വേണമെങ്കിൽ ഇങ്ങോട്ട് വരട്ടെ, രാമേൻ എന്ന് പറ. ഇങ്ങോട്ട് ഇതുവരെ സ്വോത്രം പറഞ്ഞു, ഇവിടെ സ്വോത്രം പറയുന്നില്ല. ഇങ്ങോട്ട് മിണ്ടട്ടെ, ഇങ്ങോട്ട് കൈതരട്ടെ, അതിനൊന്നും പ്രസക്തിയില്ലെന്ന്. ഞാൻ മുമ്പ് പറഞ്ഞ പാവമില്ലേ, അതിനൊക്കെ നമ്മൾ വലിയ പ്രാധാന്യം കൊടുക്കുന്നവരാണ്. എനിക്ക് ചിലരുടെ വിശുദ്ധിയൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ, അവരുടെ കാലത്തൊട്ട് വന്നിക്കണമെന്നുണ്ട്. പക്ഷെ അത് ആരാധനയായി പോവില്ലേ? അങ്ങനെ ചെയ്യാൻ പറ്റുമോ? കാരണം വീട്ടിലൊരു TV പോലും ഇല്ല. വീട്ടിൽ ഇന്നത്തെ കാലത്ത് ഒരു TV പോലും ഇല്ലാത്ത വിശുദ്ധരുണ്ട്. രാമേനൊന്ന് പറ. നല്ല വിശുദ്ധരവർ. പക്ഷെ അവരുടെ കുഴപ്പമെന്നറിയാവോ? കൂടെ കർത്തൃമേശ എടുക്കുന്ന കൂട്ടു സഹോദരന് ചുംബനം കൊടുത്തിട്ട് ഇവർക്ക് കൈ കൊടുക്കാതെ വീട്ടിൽ TV ഇല്ലാതെ വിശുദ്ധി കാണിച്ചിട്ട് എന്നാ ഗുണം? അത് വേണ്ടെന്നല്ല ഞാൻ ഈ പറയുന്നത്. പക്ഷെ ഇതും കൂടെ വേണമെന്ന്. സമാധാനമുണ്ടാക്കുന്നവർ എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്ത് പറ. ഭാഗ്യവാന്മാരാ. ഞാൻ താഴുന്നത് കൊണ്ട്, ഞാൻ ക്ഷമ പറയുന്നത് കൊണ്ട്, ഞാൻ നിരക്കുന്നത് കൊണ്ട്, ഞാൻ ആ കാര്യത്തിൽ പ്രതികരിക്കാത്തത് കൊണ്ട്, ഞാൻ മടയനായി മാറേണ്ടി വരുന്നത് കൊണ്ട്, സഭ നന്നായി പോകുമെങ്കിൽ, ദൈവനാമ മഹത്വം എടുക്കുമെങ്കിൽ, ഹല്ലേലൂയ, അതെന്റെ കർത്താവിന് പ്രസാദമാകുമെങ്കിൽ, എൻ്റെ ഈഗോ അല്ല വലുത്, പ്രസാദമാണ് വലുത്, സഭയാണ് വലുത്, ദൈവനാമം മഹത്വമാണ് വലുത്, ദൈവരാജ്യത്തിന്റെ വ്യാപ്തിയാണ് വലുത്, മനുഷ്യാത്മാക്കളുടെ രക്ഷയാണ് വലുത്. അതിനിന്ന് രാത്രി ഞാൻ ഒരുക്കമാണെന്ന് പരപ്രേരണ കൂടാതെ കരമുയർത്തി സ്തോത്രം ചെയ്ത് പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി ആ യാഥാർത്ഥ്യം മറക്കരുത്. എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ. അടുത്തത് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ പോവാ. അതാ ഭയപ്പെടണ്ടേ. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. ഏത് ശുദ്ധീകരണം പറഞ്ഞിട്ടാ? ഏത് ശുദ്ധീകരണം പറഞ്ഞിട്ടാ? എല്ലാവരോടും സമാധാനം ആചരിച്ച്
ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിക്കാൻ പറഞ്ഞിട്ടാ പറയുന്നത്. ശുദ്ധീകരണം കൂടാതെ ആരും എന്ത് ചെയ്യില്ല? കർത്താവിനെ കാണില്ല. അർത്ഥം, കൂട്ടു സഹോദരനോട് നിരക്കാതെ അവരുമായി നന്നായി പെരുമാറി ക്രിസ്തീയ മൂല്യങ്ങൾ മുറുകെ പിടിച്ച് ജീവിക്കുന്നില്ലെങ്കിൽ പ്രിയരെ, യേശുവിനെ കാണാൻ കഴിയില്ല. ഗൗരവമായൊരു സത്യം ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുകയാണ്. നമ്മൾ ഓടിയത് വെറുതെ ആകരുതേ, നമ്മൾ അധ്വാനിച്ചത് വെറുതെ ആകരുതേ, നമ്മൾ ഇറങ്ങിയത് വെറുതെ ആകരുതേ. ഇന്ന് രാത്രി ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്ത് പറയാമോ? എൻ്റെ ആത്യന്തിക ലക്ഷ്യം യേശുവിൻ്റെ മടങ്ങി വരവാണ്. എൻ്റെ ആത്യന്തിക ലക്ഷ്യം എൻ്റെ നിത്യതയാണ്. എൻ്റെ ദൈവം എനിക്ക് തന്ന ആയുസ് എപ്പോൾ തികയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എപ്പോൾ എൻ്റെ കണ്ണും മണ്ണിൽ തിരുമി അടയ്ക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എപ്പോൾ ആയുസ് തികഞ്ഞാലും എപ്പോൾ കണ്ണു തിരുമി അടച്ചാലും ആരോടും വിദ്വേഷം മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാതെ, ആരോടും നിരക്കാൻ കഴിയാതെ അവരൊന്ന് വന്നിരുന്നെങ്കിൽ, അവരോടൊരു വാക്കൊന്ന് നിരന്നിരുന്നെങ്കിൽ എന്ന് പറയാൻ ഇടവരാതെ, അല്ല നമ്മുടെ പ്രിയപ്പെട്ടവര് നിശ്ചലരായി അവരുടെ മൃതശരീരം ആ പെട്ടിക്കകത്ത് കിടക്കുമ്പോൾ, അയ്യോ അവരൊന്ന് ജീവിച്ചു വന്നിരുന്നെങ്കിൽ അവരോടൊന്ന് പറയാമായിരുന്നു, നിരക്കാമായിരുന്നു, ക്രമീകരിക്കപ്പെടാമായിരുന്നു. എന്ന അവിടെ അവസരമില്ലാതെ ദൈവത്തിന് സ്തോത്രം നെടുവീർപ്പിടുന്നതിനേക്കാൾ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുന്നു, ഓരോ ദിവസവും ശുദ്ധീകരണത്തോടെ ജീവിക്കുക. ഗൗരവമായ ഒരു ക്രിസ്തീയ ജീവിതമാണ്. അത്യന്തം ഗൗരവമായ ഒന്നാണ് ക്രിസ്തീയ ജീവിതം. അത് ലാഘവ ബുദ്ധിയോടെ എടുക്കരുത്. അതരം തുറന്ന് എന്നോട് ചേർന്ന് ചങ്കുറ്റത്തോടെ ആമേൻ പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? നഷ്ടപ്പെടാനുള്ളത് വിലയേറിയ നിത്യതയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുന്നു, നിത്യത അത്യന്തം ഗൗരവമുള്ളതാണെങ്കിൽ, നിത്യത അത്രത്തോളം വലുതാണെങ്കിൽ, അത്രത്തോളം വലുതായ, അത്രത്തോളം ഗൗരവമായ ആ നിത്യതയുടെ വെളിപ്പാട് ലഭിച്ച നമുക്ക് ഒന്നും അറിയാത്തവരെ പോലെ ജീവിക്കാൻ കഴിയുമോ? പിണങ്ങി ജീവിക്കാൻ കഴിയുമോ? നിരക്കാതെ ജീവിക്കാൻ കഴിയുമോ? പകയും വിദ്വേഷവുമായി ജീവിക്കാൻ കഴിയുമോ? ഇന്ന് രാത്രി ഒരുമിച്ച് പറ, എനിക്ക് വലുത് എൻ്റെ നിത്യതയാണ്. അതിന് ശുദ്ധീകരണം എനിക്ക് ആവശ്യമാണ്. ഇന്ന് രാത്രി ആരോടും പിണങ്ങാതെ, ആരോടും വിദ്വേഷം വെച്ചുകൊണ്ടിരിക്കാതെ, ആരോടും കൈപ്പായിരിക്കാതെ, എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ കൃപ തരണമെന്ന് ആദരം തുറന്ന് പ്രാർത്ഥിക്കുന്നവർ കരമുയർത്തി ഒരിക്കൽ കൂടി ദൈവത്തിന് സ്തോത്രം ചെയ്യാ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഒറ്റ ജീവിതം, വിലമതിക്കാനാകാത്തൊരു നിത്യത. എല്ലാവരും ദൈവസ്ഥലിൽ എഴുന്നേറ്റ് നിൽക്കുക. ഒരുമിച്ച് ഞാൻ ഒന്ന് സ്തോത്രം ചെയ്ത് പറയുന്നു, ഒറ്റ ജീവിതം, വിലമതിക്കാനാകാത്ത ഒരു നിത്യത, അത്യന്തം വിലയേറിയതും ഉന്നതവുമായ നിത്യതയ്ക്ക് വേണ്ടി ഇവിടെ സഹിക്കേണ്ടി വന്നാൽ, ത്യജിക്കേണ്ടി വന്നാൽ, താഴേണ്ടി വന്നാൽ, നിരക്കേണ്ടി വന്നാൽ, ന്യായങ്ങൾ ബലി കഴിക്കേണ്ടി വന്നാൽ അതൊരു നഷ്ടമല്ല, അത് ലാഭമാണ്. ഞാൻ ഇങ്ങനൊരു വാക്യം കൂടെ, കാര്യം കൂടെ പറയുകയാണ്. നമ്മൾ സ്വർഗത്തിൽ പോകുക മാത്രമല്ല, എൻ്റെ കൂട്ടുവിശ്വാസിയെയും എന്നോടൊരുമിച്ച് നിത്യതയിലേക്ക് കൊണ്ടുപോകുക. അത് ഓരോരുത്തർക്കും ദൈവം തന്ന ഉത്തരവാദിത്വമാണ്. ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്ത് പറയാമോ? സഭാജീവിതം ഒരു കൂട്ടുത്തരവാദിത്വമാണ്. എനിക്ക് കർത്താവ് വരുമ്പോൾ പോകണമെന്ന് മാത്രമല്ല, എൻ്റെ കൂട്ടുവിശ്വാസിയെയും എന്നോടൊരുമിച്ച് എനിക്ക് കൊണ്ടുപോകണം. യേശുവിൻ്റെ വരവിൽ അവരും കാണണം. അതല്ലേ പ്രിയരെ നമ്മുടെ ആഗ്രഹം? അതിനല്ലേ ഒരു ക്രിസ്തീയ ജീവിതം? അതിനല്ലേ ഒരു കൂട്ടായ്മ? അതിനിടയ്ക്ക് എന്തിനീകോ? അതിനിടയ്ക്ക് എന്തിന്? ഇന്ന് രാത്രി വിളിച്ചു പറ, യേശുവിൻ്റെ നാമത്തിൽ എന്നിൽ നിന്ന് ഈഗോ മാറിപ്പോകട്ടെ. ഇന്ന് രാത്രി വചനം നമ്മെ ആഴമായി സ്പർശിക്കട്ടെ. ഇന്ന് രാത്രി വചനം നമ്മെ കഴുകട്ടെ. വചനം നമ്മെ ശുദ്ധീകരിക്കട്ടെ. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നമ്മെ വിളിക്കുകയാണ്. യേശുവിന്റെ രക്തത്താൽ, യേശുവിന്റെ രക്തത്താൽ. കർത്താവിന്റെ ദാസൻ അലക്സ് ഇപ്പോൾ ആ ഗാനം ഒന്ന് പാടും. ഒരു ആരാധനാ ഗാനം, ആവേശത്തിന്റെ ഗാനമല്ല, നല്ലൊരു സമർപ്പണത്തിന്റെ ഗാനമാണ്. കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ എന്ന ഗാനം ഇന്ന് രാത്രി അദ്ദേഹം ഒന്ന് പാടും. ആഴമായി നമുക്കൊന്ന് സമർപ്പിക്കാം.
യേശുവിനായി ഇന്ന് രാത്രി ഹൃദയം നമുക്ക് തുറന്നു കൊടുക്കാം. കർത്താവിൻ്റെ ദാസന പാട്ട് പാടും. ശുദ്ധിക്കായി നീ യേശു സമീപേ പോയോ, കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ, പൂർണ്ണാശ്രയം ഈ നിമിഷം തൻ കൃപ തന്നിൽ വെച്ചോ, ശുദ്ധിയായോ നീ. കുളിച്ചോ കുഞ്ഞാട്ടിൽ ആത്മശുദ്ധി നൽകും രക്തത്തിൽ, ഹിമം പോ നിഷ്കളങ്കമോ നിന്നങ്കി, കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ, കുളിച്ചോ കുഞ്ഞാട്ടിൻ ആത്മശുദ്ധി നൽകും രക്തത്തിൽ, ഹിമം പോൽ നിഷ്കളങ്കമോ മിന്നങ്കി, കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ. 2 കൊരിന്ത്യർ ലേഖനം 7-ാം അധ്യായം 1-ാം വാക്യം. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളതുകൊണ്ട് ജഡത്തിലെയും ആത്മാവിലെയും സകല കൺമക്ഷമം നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. ഇന്ന് രാത്രി ഞാൻ പറയുന്നു, 2ാം ഘട്ട കഴുകൽ ഇതാണ്: നമ്മെ തന്നെ വെടിപ്പാക്കണം, ദൈവഭയത്തിൽ വിശുദ്ധിയെ തികയ്ക്കണം. ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളതുകൊണ്ട് ഏറ്റവും വലിയ വാഗ്ദത്തം ഒരുമിച്ച് ദൈവമക്കളൊന്ന് സ്തോത്രം ചെയ്തു പറ. എബ്രായർ 10:37, ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ള കർത്താവ് വരും, താമസിക്കുകയുമില്ല. യേശു വരുന്നു പ്രിയരെ. നമ്മുടെ തലയ്ക്ക് മുകളിലൊരു നിത്യതയുണ്ട് പ്രിയരെ. നിത്യതയേക്കാൾ വലുതല്ല പ്രിയരെ നമുക്കൊന്നും. ഇന്ന് രാത്രി എൻ്റെ മാന്യ സഹോദരങ്ങളെ, എൻ്റെ പിതാക്കന്മാരെ, എൻ്റെ മാതാക്കളെ, യേശു ഒരിക്കൽ മനുഷ്യനായി മണ്ണിൽ വന്നത്, ക്രൂശിൽ മരിച്ചത് താങ്കളുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയാണ്. ഇന്ന് രാത്രി വരെ ഹൃദയപൂർവ്വം അത് അംഗീകരിച്ചിട്ടുണ്ടോ? യേശുവിനായി ജീവിതം സമർപ്പിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് രാത്രി യേശുവിനായി ജീവിതം സമർപ്പിക്കൂ. രക്ഷയുടെ സന്തോഷം ഈ രാത്രി കർത്താവ് തരും. ഹല്ലേലൂയ. മരണഭയത്തിൽ നിന്ന് കർത്താവ് വിടുതൽ തരും. പാപപരിഹാരം കൊണ്ടുണ്ടാകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്നറിയാമോ? മരണഭയത്തിൽ നിന്നുള്ള വിടുതലാണ്. പാപമാണ് മരണഭയത്തിലേക്ക് മനുഷ്യനെ കടത്തിവിട്ടതെങ്കിൽ പാപപരിഹാരം കൊണ്ട് നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയ നേട്ടം മരണഭയത്തിൽ നിന്നുള്ള വിടുതലാണ്. എത്ര പേർക്ക് എന്നോട് ചേർന്ന് ആ വാക്കിന് ആമേൻ പറയാൻ കഴിയും? ഇന്ന് രാത്രി പാപഭാരം കൊണ്ട്, മരണഭയം കൊണ്ട് വീർപ്പുമുട്ടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ നിന്ന് രക്ഷ കിട്ടുവാൻ യേശുവിനായി ഈ രാത്രി ജീവിതം സമർപ്പിക്കുക. അനുദിന ജീവിതത്തിൽ കഴുകുക, വിശുദ്ധ ജീവിതം നയിക്കുക, സാഹോദര്യ ബന്ധം ഊഷ്മളമായി ക്രിസ്തീയ മൂല്യങ്ങളിൽ നിലനിർത്തുക. ഇന്ന് രാത്രി യേശുവേ, യേശുവേ, എൻ്റെ വിലയേറിയ നിത്യതയാണ് എനിക്ക് വലുത്. ആ നിത്യതയ്ക്കായി ഞാൻ എന്നെ സമർപ്പിക്കുന്നു. നിത്യത മറന്ന് ജീവിക്കാൻ എനിക്കിട വരരുതേ. നിത്യതയിൽ നിന്ന് അകറ്റാൻ സാധ്യതയുള്ള എല്ലാറ്റിനെയും ജയിക്കാൻ ഇന്ന് രാത്രി എനിക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുള്ളവർ ആ വലങ്കരം മുകളിലേക്ക് ഒരു നിമിഷം ഒന്ന് ഉയർത്തിപ്പിടിക്കുക. കരമുയർത്തുവരാ, കരങ്ങൾ മുകളിലേക്കൊന്ന് ഉയർത്തിപ്പിടിക്കാം. യേശു കർത്താവ് ഇന്ന് രാത്രി നമ്മെ കാണട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ രാത്രി നമ്മെ സ്പർശിക്കട്ടെ. ഞങ്ങളുടെ പ്രിയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട രാത്രിക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. സുവിശേഷ യോഗത്തിൻ്റെ പ്രഥമ രാത്രി ഞങ്ങളോട് സംസാരിച്ചു. കർത്താവെ, അടിയനെ അങ്ങയുടെ കരമുയർത്തിയ പ്രിയപ്പെട്ടവരെ അങ്ങയുടെ തൃക്കരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചു. ഒരു കൊച്ചു ജീവിതമാണ് ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ ഉള്ളത് കർത്താവെ. ഇത്ര നാൾ ഞങ്ങൾ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു, അല്ല ജീവിച്ചിരിക്കാൻ ദൈവം ഞങ്ങളോട് ഔദാര്യം കാണിച്ചു. ഇനി എത്ര നാൾ ഞങ്ങളുടെ മുമ്പിലുണ്ടെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അതൊക്കെ അങ്ങയുടെ നിത്യനിർണയത്തിൽ അങ്ങ് തീരുമാനിച്ചു
ഉറപ്പിച്ചതാണ്. ഞങ്ങളുടെ വിലയേറിയ നിത്യതയാണ് വലുത്. അതിനുവേണ്ടിയുള്ളൊരു പ്രയത്നമാണ്, അതിനുവേണ്ടിയുള്ള ഓട്ടമാണ് ക്രിസ്തീയ ജീവിതം. അതിനിടയ്ക്ക് ദുഷ്ടപിശാച്, ചതികനായ വഞ്ചകനായ ഉപായിയായ ദുഷ്ടപിശാച് ഞങ്ങളുടെ ക്രിസ്തീയ ദർശനത്തിൽ നിന്ന് ഞങ്ങളെ വഴിമാറ്റാൻ എന്തെല്ലാം മുമ്പിൽ കൊണ്ടുവന്നാലും ആത്മാവിൽ അതിനെ വിവേചിപ്പാൻ ഇടവരുത്തണമേ. ആത്മീകൻ തന്നെത്താൻ വിവേചിക്കുന്നു, അവൻ മറ്റാരാലും വിവേചിക്കപ്പെടുന്നില്ല. ആത്മീകമായി വിവേചിക്കേണ്ടത് വിവേചിച്ച് കർത്താവേ ക്രിസ്തീയ ജീവിതം നയിക്കാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. ഇന്ന് രാത്രി നിത്യതയ്ക്കായി കരമുയർത്തിയ അങ്ങയുടെ ജനത്തെ ഓർക്കുന്ന ദൈവമേ, അവരെ അനുഗ്രഹിക്കണമേ. ഗ്രേസിന്റെ പ്രവർത്തനങ്ങൾക്കായി, ഞങ്ങളുടെ വിലപ്പെട്ട ദാസിദാസന്മാർക്കായി, ഞങ്ങളുടെ ജനത്തിനായി സ്തോത്രം. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. നാളെയും മറ്റന്നാൾ ഞങ്ങളുടെ ദാസന്മാരെ അഗ്നികഷ്ണങ്ങളാക്കി പരിശുദ്ധാത്മാവിടെ പ്രയോജനപ്പെടുത്തണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ, കരമുയർത്തി സന്തോഷത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. എല്ലാവർക്കും ദൈവസന്നിധിയിലിരിക്കാം. പ്രിയ തങ്കച്ചൻ പാസ്റ്റർ, പ്രിയ പി സിസ്കറിയ പാസ്റ്റർ, പ്രിയ ഷാലു ചെറിയൻ പാസ്റ്റർ, എല്ലാവർക്കും ഒരു വാക്ക് ആദ്യമേ ക്രിസ്തീയ വന്ദനം പറയാനായിട്ട് വിട്ടുപോയി. നിങ്ങളുടെ പ്രയത്നങ്ങൾ നന്ദിയോടെ ഞങ്ങൾ ഓർക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ ശുശ്രൂഷയിൽ ധാരാളം കർത്താവ് പ്രയോജനപ്പെടുത്തട്ടെ. ഇങ്ങനൊരു അവസരം തന്ന യോഗ സംഘാടകർക്ക് നിസ്സീമമായി നന്ദി അറിയിച്ച് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം ബഹുമാനപ്പെട്ട കർത്തൃദാസിലൂടെ കേൾക്കുവാൻ ഇന്ന് രാത്രി ദൈവം നമുക്കിടയാക്കി തീർത്തു. വീണ്ടും നമ്മുടെ കണ്ണുകളെ അടച്ച് പ്രാർത്ഥനയ്ക്കായി തലകളെ വണക്കാം. ദൈവവചനം നമ്മളോട് ക്രിയ ചെയ്തത് നമ്മുടെ പരമാർത്ഥ മനസ്സാക്ഷി ഉണർത്തി നിത്യതയുടെ യാഥാർത്ഥ്യങ്ങളിലേക്ക് നടത്തുവാൻ തക്കവണ്ണം അത് മേലാലും നമ്മളിൽ പ്രവൃത്തിയായി വെളിപ്പെടേണ്ടതിന് ഏൽപ്പിച്ചു കൊടുത്ത ദൈവത്തിന് സ്തോത്രം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സനൽ വർഗീസ് മുൻപോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കുകയും പാസ്റ്റർ എം. കുര്യൻ അവർ ആശീർവാദം പറയുകയും ചെയ്യും. പ്രിയസലോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ രക്ഷകനും കർത്താവും നാൾ തോറും ഞങ്ങളുടെ ഭാരങ്ങളെ ചുമക്കുന്ന നല്ല ദൈവമേ, ഈ മനോഹരമായിരിക്കുന്ന നല്ല രാത്രിക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, ഈ വർഷം നടക്കുന്ന ഈ വാർഷിക കൺവെൻഷൻ്റെ പ്രഥമ രാത്രിയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഞങ്ങളെ വളരെ ശക്തമായിട്ട് ഞങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യും. ഈ ദേശത്തോട് ഇന്ന് രാത്രി ദൈവം സംസാരിച്ചതിനായി സ്തോത്രം. ഇവിടെ പന്തലിൻ്റെ കീഴിലായിരിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളോടും ഈ ശബ്ദപരിധിയിൽ ഈ ശബ്ദങ്ങളിലൂടെ ദൈവ സന്ദേശം കേട്ട ഓരോ വ്യക്തികളോടും ദൈവം ഇന്ന് രാത്രി വളരെ കൃത്യതയോടെ സംസാരിച്ചതിന് ഞങ്ങൾ നന്ദി പറയുന്നു. ദൈവത്തിൻ്റെ ദാസനെ ശക്തമായിട്ട് കർത്താവ് ഉപയോഗിച്ചതിനായി സ്തോത്രം. ലോകത്തെ ജയിച്ച്, ജഡത്തെ ജയിച്ച്, പിശാചിനെ ജയിച്ച് കർത്താവേ, ഒരു നല്ല ക്രിസ്തീയ ജീവിതം, ജയകരമായൊരു ക്രിസ്തീയ ജീവിതം നയിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ സന്ദേശം കേട്ട എല്ലാവർക്കും ഇടവരുത്തണമേ. ഇന്ന് രാത്രിയിലും കട്ട പിടിക്കാതെ ഒഴുകി ഇറങ്ങുന്ന ആ രക്തത്തിൻ്റെ ശുദ്ധീകരണം ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ ഉണ്ടാകുവാനിടയാകണമേ. ആ രക്തത്താൽ കഴികൾ പ്രാപിക്കാത്ത ആരെങ്കിലും ഇന്ന് രാത്രി ഈ ശബ്ദം കേൾക്കുന്നെങ്കിൽ കർത്താവെ, അങ്ങോട്ട് നീതിയുള്ള വിലയേറിയ ഹല്ലേലൂയ നിർദോഷമായ രക്തത്താൽ കഴുകി ശുദ്ധീകരണം പ്രാപിച്ച് കർത്താവുമായി ആ ബന്ധം സ്ഥാപിച്ച് കടന്നു പോകാൻ ഇന്ന് രാത്രി ദൈവം സഹായിക്കണം. ഈ സ്ഥാപനത്തെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. എൻ്റെ മുമ്പിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഓർത്ത് സ്തോത്രം. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ ദാസനെ ശക്തമായിട്ട് കർത്താവ് ഉപയോഗിച്ചതിനായി സ്തോത്രം. ഇതിൻ്റെ എല്ലാ ക്രമീകരണങ്ങളും ഇന്ന് രാത്രി ദൈവം നിയന്ത്രിച്ചതിനായി സ്തോത്രം. ഞങ്ങളെ ഇന്ന് രാത്രി സമാധാനത്തോടെ ദൈവം അയക്കണം. യാത്രകളിൽ ദൈവ സാന്നിധ്യം ഉണ്ടാകണം. തുടർന്ന് നടക്കുന്ന മീറ്റിങ്ങുകൾ വളരെ